സോ പറഞ്ഞതുപോലെ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു പ്രസന്റേഷനെ കുറിച്ച് അല്ലെങ്കിൽ ഇന്നത്തെ ഒരു BOP കുറിച്ച് ആരെങ്കിലും ഷെയർ ചെയ്തിട്ടുണ്ടെങ്കിൽ പുതിയ ആളുകളോടാണ് ഞാൻ പറയുന്നത്. കുറച്ച് ആളുകൾ അത്രയും ഓൾറെഡി ഈ പ്രൊജക്ട് മനസ്സിലാക്കി കഴിഞ്ഞ 2 ദിവസം കൊണ്ട് തന്നെ, കാരണം നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരുപക്ഷെ കഴിഞ്ഞ ഒരു 20-25 ദിവസമായിട്ടാണ് ഇങ്ങനെ ഒരു പ്രൊജക്ട് വരുന്നുണ്ടെന്നും അത് എംപവർ അത് ഏറ്റെടുക്കാൻ തീരുമാനിക്കുന്നതും എംപവറിൻ്റെതായ രീതിയിൽ അത് ചെയ്തു പോകണമെന്നും ആഗ്രഹിച്ചു തുടങ്ങിയതൊക്കെ തന്നെ. കാരണം കഴിഞ്ഞ 5 വർഷമായിട്ട് ഈ ഒരു കൂട്ടായ്മയുണ്ട്. അപ്പം ആ ഒരു കൂട്ടായ്മ എല്ലാവരും കൂടി ഒരുമിച്ചെടുക്കുന്ന ഒരു തീരുമാനമാണ്. അത് എവിടെയും ഫെയിലായി പോകാൻ പാടില്ല, അല്ലെങ്കിൽ പ്രയാസമുണ്ടാകുന്ന രീതിയിൽ അത് എവിടെയും എത്തരുത് എന്ന് നിർബന്ധമുള്ളത് കൊണ്ട് തന്നെ ഇങ്ങനൊരു കൺസെപ്റ്റ് ഈ ഒരു പ്രോജക്റ്റ് കേട്ടപ്പോൾ അത് എടുക്കാൻ തീരുമാനിക്കുമ്പം 1-2 ആളുകളുടെ മനസ്സിൽ തോന്നിയ തീരുമാനമല്ല, ഒരുപക്ഷെ ഈ എൻറ്റയർ ഫാമിലിയുടെ തീരുമാനമാണ്. എംപവർ ഒറ്റക്കെട്ടായിട്ട് നിന്നെടുത്ത തീരുമാനമാണ് കോയിൻഫോർജ് ചെയ്യുക എന്നുള്ളത്. സോ കോയിൻഫോർജിന്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് നമുക്ക് ഡിജിറ്റൽ വെൽത്ത് ബിൽഡ് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു ഓപ്പർച്യൂണിറ്റിയാണ്. അതിന്റെ ബേസിക് എന്ന് പറയുന്നത് ക്രിപ്റ്റോ ബേസ്ഡ് ആയിട്ടുള്ള ഒരു പ്രൊജക്റ്റ് ആണ്, ക്രിപ്റ്റോ കറൻസി ബേസ്ഡ് ആയിട്ടുള്ള ഒരു പ്രൊജക്റ്റ് ആണ്. ക്രിപ്റ്റോ കറൻസി, ഒരുപാട് ക്രിപ്റ്റോ കറൻസി ഉണ്ട്. ഇതൊക്കെ ഈ ഒരു പ്രസന്റേഷന്റെ ഭാഗമായിട്ട് എനിക്ക് പറഞ്ഞു പോകേണ്ട കാര്യങ്ങളാണ്. എങ്കിൽ പോലും തുടക്കത്തിൽ എനിക്ക് പറയാനുള്ളത്, നേരത്തെ പറഞ്ഞതുപോലെ തന്നെ വളരെ കാമായിട്ട് വളരെ ശ്രദ്ധാപൂർവം ഈ ഒരു 20 മിനിറ്റ് നിങ്ങൾ മാറ്റിവെക്കുക. ഈ 20 മിനിറ്റിൽ നിങ്ങൾക്ക് 20 മിനിറ്റ് കഴിയുമ്പം എന്താണ് നിങ്ങൾക്ക് മനസ്സിലായത് എന്നുള്ളത് നിങ്ങളൊന്ന് റിവൈൻഡ് ചെയ്ത് നോക്കേണ്ട കേസേ ഉണ്ടാവുള്ളൂ. കാരണം കോംപ്ലിക്കേറ്റഡ് ആയിട്ട് ഒന്നുമില്ല. ഒരുപക്ഷെ നിങ്ങൾ കേൾക്കാത്ത പല വാക്കുകളും പറയുന്നുണ്ടാവാം, പക്ഷെ അതൊന്നും ആ രീതിയിൽ കാണേണ്ടതില്ല. എന്തെങ്കിലും മനസ്സിലാകാത്ത വാക്കുകൾ എപ്പോഴും നമ്മളൊന്ന് കുറിച്ചു വെക്കുക. അതാണ് രാജേട്ടൻ പറഞ്ഞത്, ഒരു പെന്നും ഒരു പേപ്പറും ഉണ്ടെങ്കിൽ എന്തെങ്കിലും എഴുതി വെക്കാൻ പറ്റും. എഴുതി വെക്കുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് ഒരുപക്ഷെ ഗൂഗിളായിട്ടോ അല്ലെങ്കിൽ സെർച്ച് ചെയ്ത് കാര്യങ്ങൾ അത് കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാക്കാൻ പറ്റും. അല്ലെങ്കിൽ നിങ്ങൾ ഇൻവൈറ്റ് ചെയ്ത ആളോട് എന്തെങ്കിലും ചോദിച്ച് മനസ്സിലാക്കാൻ പറ്റും. ഏതായാലും ഒരു കാര്യം ഉറപ്പാണ്, ഒരു പ്രാവശ്യമോ 2 പ്രാവശ്യമോ കേട്ട് കഴിഞ്ഞാൽ മറ്റൊരാളുടെയും സഹായമില്ലാതെ ഇത് നമുക്ക് സ്വന്തമായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ബിസിനസ്സാണ്. അത് ആദ്യം നിങ്ങൾ മനസ്സുകൊണ്ട് കോൺഫിഡന്റ് ആയിട്ട് അത് കേൾക്കുക എന്നുള്ളതാണ്. സോ ഈ 20 മിനിറ്റ് ആ രീതിയിൽ ഉപയോഗപ്പെടുത്തുക. സോ പ്രൊജക്ടിന്റെ പേര് കോയിൻഫോർജ് എന്നാണ്. ഈ കോയിൻഫോർജ് എന്ന് പറയുന്നത് ആക്ച്വലി ബേസിക്കലി ക്രിപ്റ്റോ ബേസ്ഡ് ആയിട്ടുള്ള ഒരു ബ്ലോക്ക് ചെയിൻ അടിസ്ഥാനപ്പെടുത്തി റൺ ചെയ്യുന്ന ഒരു പ്രൊജക്റ്റ് ആണ്. നമുക്ക് ക്രിപ്റ്റോ ഒരുപക്ഷെ പല ആളുകളും കേട്ടിട്ടുണ്ടാവും. കഴിഞ്ഞ 15 വർഷമായിട്ട് ക്രിപ്റ്റോ കറൻസി ഉണ്ട്. ബിറ്റ്കോയിൻ മുതൽ ഈ കാലത്തിന്റെ ഇടയിൽ ഒരുപാട് ക്രിപ്റ്റോ കറൻസികൾ വന്നിട്ടുണ്ട്. നമ്മളെ സംബന്ധിച്ചിടത്തോളം എവിടെയും കേൾക്കാത്തതോ അല്ലെങ്കിൽ മുന്നോട്ടുള്ള കാലഘട്ടത്തിൽ എപ്പോഴെങ്കിലും വരാൻ പോകുന്ന ഒരു ക്രിപ്റ്റോ കറൻസി ഏൺ ചെയ്യുന്നതിനെ കുറിച്ചല്ല പറയുന്നത്. ലോകത്ത് ലക്ഷക്കണക്കിന് ക്രിപ്റ്റോ കറൻസി ഉള്ളതിൽ, ബിറ്റ്കോയിൻ തുടങ്ങിയത് മുതൽ ഇങ്ങോട്ടേക്ക് നോക്കുകയാണെങ്കിൽ ലക്ഷക്കണക്കിന് ക്രിപ്റ്റോ കറൻസി ഉള്ളതിൽ ലോകത്ത് 2ാം സ്ഥാനത്ത് നിൽക്കുന്ന USDT എന്ന് പറഞ്ഞൊരു ക്രിപ്റ്റോ ഉപയോഗിച്ച് ചെയ്തിരിക്കുന്ന ഒരു പ്രോജക്റ്റാണ്. സോ ഏതൊരാളും നമ്മളിവിടെ എന്തെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ ആ ഒരു USDT ഉപയോഗിച്ചിട്ടാണ് ചെയ്യുന്നത്. അത് അമേരിക്കൻ ഡോളറായിട്ട് സ്റ്റേബിൾ ആണ്, ഒരിക്കലും വില കൂടുകയും കുറയുകയും ചെയ്യുന്ന ഒരു ക്രിപ്റ്റോ കറൻസി അല്ല. സോ USDT ഉപയോഗിച്ച് ചെയ്തുകൊണ്ട് അൺലിമിറ്റഡ് ആയിട്ട് USDT ഏൺ ചെയ്യാൻ പറ്റുന്ന ഒരു പ്രോഗ്രാമാണ്. ആ രീതിയിൽ ഡിസൈൻ ചെയ്തൊരു പ്രോഗ്രാമാണ്. സോ ബ്ലോക്ക് ചെയിൻ എന്ന് പറയുന്നത് നോൺ ഹാക്കബിൾ ആയിട്ടുള്ള ഒരു ഇന്റർനെറ്റിന്റെ അല്ലെങ്കിൽ ലേറ്റസ്റ്റ് വേർഷൻ ഓഫ് ഇന്റർനെറ്റ് എന്ന് പറയുന്നത് Web3 ആണ്. നമ്മൾ കഴിഞ്ഞ കാലങ്ങൾ കൊണ്ടൊക്കെ ഉപയോഗിച്ചിരുന്ന ഇന്റർനെറ്റ് എന്ന് പറയുന്നത് ഹാക്കബിൾ ആയിട്ടുള്ള ഒരു വേർഷൻ ആണെങ്കിൽ നോൺ ഹാക്കബിൾ ആയിട്ടുള്ള ഒരു വേർഷനിലേക്ക് ഇന്റർനെറ്റിനെ മാറ്റം വരുത്തിക്കൊണ്ടാണ് ഈ ഒരു ബ്ലോക്ക് ചെയിൻ എന്ന് പറയുന്ന, അല്ലെങ്കിൽ ബ്ലോക്ക് ചെയിൻ ഉപയോഗിച്ചുകൊണ്ടാണ് ഇന്റർനെറ്റിന്റെ ലേറ്റസ്റ്റ് വേർഷൻ. അതുകൊണ്ടാണ് ബ്ലോക്ക് ചെയിനെ ലേറ്റസ്റ്റ് വേർഷൻ ഓഫ് ഇന്റർനെറ്റ് എന്ന് പോലും വിളിക്കാൻ പറ്റുന്നത്. സോ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇത് നോൺ ഹാക്കബിൾ ആയിട്ട് റൺ ചെയ്യുന്ന ഒരു പ്രോജക്റ്റ് ആണ് ഫസ്റ്റ് ഓഫ് ഓൾ. രണ്ടാമത്തത് ക്രിപ്റ്റോ അടിസ്ഥാനപ്പെടുത്തി റൺ ചെയ്യുന്ന ഒരു പ്രോജക്റ്റ് ആണ്. അതിൽ വേൾഡിൽ 2ാമത്തെ ക്രിപ്റ്റോ കറൻസി USDT ആണ് ഉപയോഗിച്ചിരിക്കുന്നത്. സോ ആ ഒരു ക്രിപ്റ്റോ കറൻസി ഏൺ ചെയ്യുന്ന വളരെ ട്രാൻസ്പെറന്റ് ആയിട്ട് സെക്യൂർ ആയിട്ട് ഓട്ടോമാറ്റിക് ആയിട്ട് റൺ ചെയ്യുന്ന ഒരു പ്രോജക്റ്റ് ആണ്. നമ്മൾ ഈ രീതിയിൽ നമുക്ക് ആളുകളുടെ അടുത്ത് നിന്ന് ഇൻഫർമേഷൻ ഒക്കെ കിട്ടുന്നുണ്ടെങ്കിൽ പോലും ഈ പ്രോജക്റ്റ് റൺ ചെയ്യുന്നത് കംപ്ലീറ്റ്ലി ഓട്ടോമേറ്റഡ് ആയിട്ടാണ്. ഓക്കെ, സോ ഒരാൾക്കും തന്നെ ആ ഒരു പ്രോജക്റ്റിനെ സ്റ്റോപ്പ് ചെയ്യാൻ പറ്റില്ല. ഇവിടെ വൈ കോയിൻഫോർജ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് 100% ഡീസെൻട്രലൈസ്ഡ് ആയിട്ട് റൺ ചെയ്യുന്നത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരാൾക്കും ഇതിനെ സ്റ്റോപ്പ് ചെയ്യാൻ പറ്റില്ല എന്നുള്ളതിൻ്റെ ഇതിൻ്റെ ഒരു ബ്യൂട്ടി എന്ന് പറയുന്നത്. അതിലെല്ലാത്തിലും ഉപരി ഇതിൽ പാസീവായിട്ടും ഇൻകം ഉണ്ട്, ആക്റ്റീവായിട്ടും ഇൻകം ഉണ്ട്, ഗ്ലോബൽ ആക്സസിബിലിറ്റി ഉള്ള ഒരു ഫിനാൻഷ്യൽ ഫ്രീഡം ഡെവലപ്പ് ചെയ്യാൻ പറ്റുകയും ചെയ്യും. എന്ന് പറഞ്ഞാൽ ഈ കമ്മ്യൂണിറ്റി അല്ലെങ്കിൽ ഈ ഒരു പ്രോജക്റ്റ് ഏറ്റെടുത്ത് ചെയ്യുന്ന ആരെന്ത് ആക്ടിവിറ്റി ചെയ്താലും അതിൽ നിന്നൊക്കെ നമുക്ക് ഇൻകം കിട്ടുന്ന രീതിയിൽ ഡിസൈൻ ചെയ്തൊരു പ്രോഗ്രാമാണ്. സോ അതാണ് ഇതിന്റെ ഒരു ബ്യൂട്ടി എന്ന് പറയുന്നത്. സോറി. ഓക്കെ, സോ ക്ലിയർ ആണല്ലോ അല്ലേ? ഓക്കെ. ഓക്കെ.
ഇതിന്റെ ഒരു മിഷൻ എന്ന് പറയുന്നത് എവറി ഇൻഡിവിജ്വൽസ് ഗ്ലോബലി ഒരു ഏർണിംഗ് എടുക്കുക, അല്ലെങ്കിൽ ആളുകൾക്ക് വളരെ ഈസി ആയിട്ട് ഇൻവെസ്റ്റ് ചെയ്തിട്ട് ഫിനാൻഷ്യലി ഗ്രോ ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ഡിസൈൻ ചെയ്തൊരു പ്രോഗ്രാമാണ്. മൊറോവർ ഇതിന്റെ വിഷൻ എന്ന് പറയുന്നത് ലീഡിംഗ് ബ്ലോക്ക് ചെയിൻ പ്ലാറ്റ്ഫോം ഉപയോഗിച്ചുകൊണ്ട്, എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ലോകത്തുള്ള രണ്ടാമത്തെ ബ്ലോക്ക് ചെയിൻ അല്ലെങ്കിൽ ടോപ്പിൽ നിൽക്കുന്ന ബ്ലോക്ക് ചെയിൻ ആണ് എത്തേറിയം ബ്ലോക്ക് ചെയിൻ എന്ന് പറയുന്നത്. സോ എത്തേറിയം ബ്ലോക്ക് ചെയിന്റെ സെക്കൻഡ് ലെയർ ആണ് പോളിഗൺ ബ്ലോക്ക് ചെയിൻ എന്ന് പറയുന്നത്. സോ ഈ പോളിഗൺ ബ്ലോക്ക് ചെയിൻ ഉപയോഗിച്ചുകൊണ്ട് ഡീസെൻട്രലൈസ്ഡ് ഫോർമാറ്റിൽ ഒരാൾക്കും തന്നെ സ്റ്റോപ്പ് ചെയ്യാതെയും ഇന്റർനെറ്റ് ഉള്ള കാലം വരെയും റൺ ചെയ്യുന്ന രീതിയിൽ ഡിസൈൻ ചെയ്തൊരു പ്രോഗ്രാമാണ്. സോ ആ രീതിയിലുള്ള ആളുകളിലേക്ക് വളരെ എന്താ പറയുക, മാക്സിമം നല്ല രീതിയിൽ എക്കണോമിക് ഗ്രോ ചെയ്യാൻ രീതിയിൽ ഡിസൈൻ ചെയ്തിരിക്കുന്ന ഒരു പ്രോഗ്രാമാണ്. ഇതാണ് ഇതിന്റെ ഒരു വിഷൻ എന്ന് പറയുന്നത്. ദെൻ ബ്ലോക്ക് ചെയിൻ ടെക്നോളജി ഞാൻ ഓൾറെഡി പാസ് ചെയ്ത് കഴിഞ്ഞു. കംപ്ലീറ്റ്ലി ഡീസെൻട്രലൈസ്ഡ് ആയിട്ട് റൺ ചെയ്യുന്നതാണ്. ഒരാൾക്കും ഹാക്ക് ചെയ്യാനോ ഒരാൾക്കും തന്നെ ഇതിലൊരു ഇന്റർഫെയർ ചെയ്യാനോ പറ്റാത്ത രീതിയിൽ ഡാറ്റ സെക്യൂർ ചെയ്യുന്ന രീതിയിൽ ഒരു നോഡിലൂടെ റൺ ചെയ്യുന്ന ഒരു ടെക്നോളജിയാണ് ബ്ലോക്ക് ചെയിൻ ടെക്നോളജി എന്ന് പറയുന്നത്. സിമ്പിൾ ആയിട്ട് മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഡീസെൻട്രലൈസ്ഡ് ബ്ലോക്ക് ചെയിൻ എന്ന് പറയുന്നത് നോൺ ഹാക്കബിൾ ആണ്. ഡീസെൻട്രലൈസ്ഡ് ബ്ലോക്ക് ചെയിൻ എന്ന് പറയുന്നത് നോൺ ഹാക്കബിൾ ആണ്. ഡാറ്റ എപ്പോഴും സെക്യൂർ ആയിരിക്കും. ഒരിക്കലും ബ്ലോക്ക് ചെയിനിൽ എക്സിക്യൂട്ട് ചെയ്ത ഒരു പ്രോസസ്സിന് അതൊരാൾക്കും റിവൈസ് ചെയ്തിട്ട് എന്തെങ്കിലും ചെയ്യാൻ പറ്റില്ല. സോ ഒരാൾക്കും മാനിപ്പുലേറ്റ് ആയിട്ട് ഒന്നും അതിനെ കാണിക്കാനും പറ്റില്ല. സോ ഇതാണ് ഇതിന്റെ എക്സ്ട്രീം ബ്യൂട്ടി എന്ന് പറയുന്നത്. സോ നമ്മൾ മനസ്സിലാക്കേണ്ടത് നോൺ ഹാക്കബിൾ ആണ്. ഒരു സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ നോൺ ഹാക്കബിൾ ആയിട്ടുള്ള ഒരു ടെക്നോളജിയാണ് ബ്ലോക്ക് ചെയിൻ ടെക്നോളജി എന്ന് പറയുന്നത്. ക്രിപ്റ്റോ കറൻസി ഞാൻ ഇൻ ബിറ്റ്വീനിൽ പറഞ്ഞു ഓൾറെഡി. ലോകത്ത് കഴിഞ്ഞ 15 വർഷത്തിന്റെ ഇടയിൽ ഇത്രയും ക്രിപ്റ്റോ കറൻസികൾ വന്നിട്ടുണ്ടെങ്കിൽ, ഒരു ബിറ്റ്കോയിൻ മുതൽ ഇന്ന് കാണുന്ന പല ക്രിപ്റ്റോ കറൻസികളും മാർക്കറ്റിൽ വന്നും പോയും കളിച്ചുകൊണ്ടിരിക്കുന്ന ക്രിപ്റ്റോ കറൻസികളാണെങ്കിൽ, പല ക്രിപ്റ്റോ കറൻസികളും വരുന്നത് ബേസിക്കലി നല്ലൊരു കമ്മ്യൂണിറ്റി ബാക്കപ്പ് ഉണ്ടെങ്കിൽ നല്ല രീതിയിൽ വളരുന്ന രീതിയിലാണ്. സോ ക്രിപ്റ്റോ കറൻസി 2008 മുതൽ ബിറ്റ്കോയിൻ വളരെ സീറോ വാല്യൂയിൽ നിന്ന് ഇന്ന് 1 കോടിയിൽ ടച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ, പല ക്രിപ്റ്റോ കറൻസികളും ആളുകളുടെ മൈൻഡിൽ ഒരു പക്ഷേ BTC ആയ ബിറ്റ്കോയിനെ കുറിച്ച് മാത്രമാണ് ഓർമ്മ വരുന്നെങ്കിൽ, ഇന്ന് ബിറ്റ്കോയിൻ മാത്രമല്ല ഒരുപാട് ക്രിപ്റ്റോ കറൻസികൾ അതിലുപരി വളരെ വലിയ രീതിയിൽ വളർച്ച നടന്നുകൊണ്ടിരിക്കുന്നു. അതുപോലെ തന്നെ ഡ്രോപ്പ് ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷെ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇവിടെ ക്രിപ്റ്റോ കറൻസികളിൽ ടോപ്പിൽ നിൽക്കുന്ന ബിറ്റ്കോയിനും അത് കഴിഞ്ഞാൽ രണ്ടാമത് നിൽക്കുന്ന USDT, എത്തേറിയം ഇതുപോലുള്ള ക്രിപ്റ്റോ കറൻസികൾ വളരെ വലിയ മാറ്റങ്ങളാണ് കഴിഞ്ഞ കാലഘട്ടം സംബന്ധിച്ച്. USDT ഒഴികെ, USDT എന്ന് പറയുന്നത് US ഡോളറായിട്ട് സ്റ്റേബിൾ ആണ്. എക്കാലവും അതിന്റെ പ്രൈസ് മാറില്ല. എന്നും അത് അമേരിക്കൻ ഡോളറായിട്ട് സ്റ്റേബിൾ ആണ്. അതേപോലെ തന്നെ പോളിഗൺ എന്ന് പറയുന്നത് നമ്മൾ ഇവിടെ ഉപയോഗിച്ചിരിക്കുന്ന നെറ്റ്വർക്കിന്റെ മറ്റൊരു ക്രിപ്റ്റോ എലമെന്റ് ആണ് പോളിഗൺ മാറ്റിക് എന്ന് പറയുന്നത്. പക്ഷെ നമ്മളെ നെറ്റ്വർക്കും പോളിഗൺ തന്നെയാണ്. സൊലാന പോലുള്ള മറ്റുള്ള ഒരുപാട് ക്രിപ്റ്റോ കറൻസികൾ ഉണ്ട്. നമ്മളെ സംബന്ധിച്ചിടത്തോളം USDT ഏൺ ചെയ്ത ഒരു പ്രോഗ്രാമാണ്. സോ USDTന്റെ വാല്യൂ ഇപ്പൊ നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക, അത് അമേരിക്കൻ ഡോളറായിട്ട് സ്റ്റേബിൾ ആണ്. നമ്മൾ എവിടെ ഒരു USDT സ്പെൻഡ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് ഓൾമോസ്റ്റ് 90 മുതൽ 92 രൂപയാണ് അപ്രോക്സിമേറ്റ്ലി അതിന്റെ വില എന്ന് പറയുന്നത്. നമ്മൾ ഉപയോഗിക്കുന്നതും ആ USDT ആണ്, നമുക്ക് തിരിച്ച് കിട്ടുന്നതും USDT തന്നെയാണ്. സോ എവറി ആക്ടിവിറ്റി നടക്കുമ്പോൾ നമ്മൾ ഏർണിങ്സ് എന്താണ്, അത് USDTയിലാണ്. ക്ലിയർ? മൂന്നാമത്തെ കാര്യം, ഈ ഒരു പ്രോജക്റ്റിന്റെ ഒരു റോഡ് മാപ്പ്. ഈ റോഡ് മാപ്പ് എന്ന് പറയുന്നത് കിക്ക് ഓഫ് 2025 കഴിഞ്ഞ ഒരു 3 ദിവസം മുമ്പാണ്, അല്ലെങ്കിൽ 2 ദിവസം മുമ്പാണ് ഇതിന്റെ കിക്ക് ഓഫ് ആയത്. ആ ഒരു സ്റ്റാർട്ടിംഗ് എന്ന് പറയുന്നത് ആളുകൾക്ക് സ്മാർട്ട് കോൺട്രാക്റ്റുകളിലൂടെ ഏർണിംഗ് എടുക്കുന്ന രീതിയിലുള്ള ഒരു 9ഓളം കോൺട്രാക്റ്റിൽ ആദ്യത്തെ 6 കോൺട്രാക്ട് ലൈവ് ആക്കി ആളുകളിലേക്ക് എത്തിക്കുകയും നമ്മളെപ്പോലെയുള്ള ആളുകൾ അത് ഏറ്റെടുക്കുകയും ചെയ്ത ആളുകൾക്കൊക്കെ, ആക്ടിവിറ്റി ചെയ്ത ആളുകൾക്കൊക്കെ അതിൽ നിന്നൊക്കെ 6 കോൺട്രാക്റ്റിൽ നിന്ന് വിങ്കെടുക്കാനും പറ്റിയിട്ടുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളിൽ തന്നെ ആ ഒരു ഫസ്റ്റ്, അതായത് സ്റ്റാർട്ടിംഗ് ആയിട്ടുള്ള പ്രോഗ്രാമിലൂടെ മാത്രം നല്ല രീതിയിൽ വരുമാനം എടുത്ത ആളുകൾ. സോ അതിന്റെ ഒരു വാല്യൂ പറഞ്ഞിട്ട് ഹൈപ്പാക്കുകയോ അങ്ങനെയൊന്നും ചെയ്യാനില്ല. കാരണം ഏതൊരാൾക്കും അതിൽ എന്തൊരു ആക്ടിവിറ്റി ചെയ്താലും ഏതൊരാളെ റെഫർ ചെയ്താലും ഇൻകം കിട്ടുന്ന റെഫറൽ പ്രോഗ്രാം ആണ് ആദ്യത്തെ ഈ കിക്ക് ഓഫിൽ നടന്നിരിക്കുന്ന ഫസ്റ്റ് പ്രോഗ്രാം എന്ന് പറയുന്നത്. 9 കോൺട്രാക്റ്റുകളിൽ ആദ്യത്തെ 6 കോൺട്രാക്റ്റുകൾ ലൈവ് ആയതും കഴിഞ്ഞ 2 ദിവസം മുമ്പാണ്. നേരത്തെ പറഞ്ഞ പോലെ കംപ്ലീറ്റ്ലി ഡീസെൻട്രലൈസ്ഡ് ആയിട്ട് തുടങ്ങിയിരിക്കുന്ന ഫസ്റ്റ് പ്രോഗ്രാം ആണ്. ദെൻ രണ്ടാമത്തെ റോഡ് മാപ്പിലെ രണ്ടാമത്തെ ഒരു ഏരിയ എന്ന് പറയുന്നത് Q3 2025 ഇതിന്റെ അവസാനത്തെ ഈ 9 ആദ്യത്തെ 6 കഴിഞ്ഞ് മൂന്നാമത്തെ 7, 8, 9 അവസാനം നിൽക്കുന്ന 3 സ്മാർട്ട് കോൺട്രാക്റ്റുകൾ ലൈവ് ആകാൻ പോകുന്നത്. ഇപ്പോൾ നമ്മൾക്ക് 6 കോൺട്രാക്റ്റിലൂടെ അത്ര കണ്ട് തന്നെ ഏർണിങ്സ് എടുക്കാൻ പറ്റുന്നെങ്കിൽ ഈ ഒരു 3-4 മാസം കഴിയുമ്പോൾ, Q3 എന്ന് പറയുന്നത് നമ്മളിപ്പോൾ ഓൾറെഡി Q1 അവസാന മാസം ഉള്ളത്. Q1 എന്ന് പറയുന്നത് ജനുവരി, ഫെബ്രുവരി, മാർച്ചാണ്. Q2 എന്ന് പറയുന്നത് ഏപ്രിൽ, മെയ്, ജൂൺ ആണെങ്കിൽ ജൂലൈ, ഓഗസ്റ്റ്, സെപ്റ്റംബർ ഇടയിൽ ഒരു സമയത്തായിരിക്കും ഇതിന്റെ അവസാനത്തെ 3 സ്മാർട്ട് കോൺട്രാക്റ്റുകൾ ലൈവ് ആകാൻ പോകുന്നത്. സോ നിങ്ങൾക്ക് സ്മാർട്ട് കോൺട്രാക്റ്റുകൾ കാണുമ്പോൾ മനസ്സിലാവും എന്താണ് ഈ 6 കോൺട്രാക്റ്റും പിന്നീടുള്ള 3 കോൺട്രാക്റ്റുകൾ എന്ന് പറയുന്നത്. പിന്നീട് 2025 Q3 തന്നെ
ജൂലൈ, ഓഗസ്റ്റ്, സെപ്റ്റംബർ ഇടയിൽ തന്നെ മൈനിങ് പ്രോസസ്സ് നടക്കാൻ പോകുന്നു. വരാൻ പോകുന്ന ഒരു ക്രിപ്റ്റോ കറൻസിയെ മൈനിങ്ങിലൂടെ ആളുകൾക്ക് ആ ക്രിപ്റ്റോ കറൻസി ഏൺ ചെയ്യാനുള്ള ഒരു പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നു. അതിലെല്ലാത്തിലും ഉപരി 2025 Q4 ഒക്ടോബർ, നവംബർ, ഡിസംബർ മാസത്തിന്റെ ഇടയിൽ തന്നെ എയർ ഡ്രോപ്പ് എന്ന് പറയുന്ന ഒരു റോഡ് മാപ്പിലുള്ള ഒരു ഫംഗ്ഷനാണ്. എന്ന് പറഞ്ഞാൽ നമ്മൾ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ആക്ടിവിറ്റിയിൽ നിന്നും നമുക്ക് കിട്ടുന്ന ഒരു ബൈ പ്രോഡക്റ്റ് ആയിട്ട് ഫ്രീ ആയിട്ട് കിട്ടുന്ന ഒരു എനർജി ടോക്കൺ ഉണ്ട്. ആ എനർജി ടോക്കനെ മാറ്റിയിട്ട് ഈ വരാൻ പോകുന്ന ഈ പ്രോജക്റ്റിന്റെ ക്രിപ്റ്റോ കറൻസിയെ നമുക്ക് മാറ്റിയിട്ട് ആ ഒരു ക്രിപ്റ്റോ ആക്കി തരും. എത്രയാണോ നമ്മൾ എനർജി കളക്ട് ചെയ്യുന്നത് അത് 1:1 എന്നുള്ള രീതിയിൽ നമുക്ക് മാറ്റി തരുന്ന ഒരു സിസ്റ്റമാണ്, ഒരു പ്രോഗ്രാമാണ് എയർ ഡ്രോപ്പ് എന്ന് പറയുന്ന പ്രോഗ്രാം. ദെൻ കോയിൻ ഈ വരാൻ പോകുന്ന കോയിൻ ലിസ്റ്റ് ചെയ്യാൻ പോകുന്നു. ഇതൊന്നും പറയുന്നത് USDT കുറിച്ചല്ല. ഈ റൺ ചെയ്തുകൊണ്ടിരിക്കുന്ന സ്റ്റാർട്ട് ചെയ്ത പ്രോഗ്രാമിലൂടെ ബിൽഡപ്പ് ആകുന്ന കമ്മ്യൂണിറ്റിയുടെ സപ്പോർട്ടോട് കൂടിയിട്ട് വരാൻ പോകുന്ന അവർ ലോഞ്ച് ചെയ്യാൻ പോകുന്ന ഈ ഒരു പ്രോജക്റ്റ് ലോഞ്ച് ചെയ്യാൻ പോകുന്ന ക്രിപ്റ്റോ കറൻസിയുടെ മൈനിങ്ങും അതേപോലെ എയർ ഡ്രോപ്പും കഴിഞ്ഞിട്ട് ആ ഒരു ക്രിപ്റ്റോ മാർക്കറ്റിൽ ലിസ്റ്റ് ചെയ്യാൻ പ്ലാൻ ചെയ്തിരിക്കുന്നത് ഒക്ടോബർ, നവംബർ, ഡിസംബറിലാണ്. ഇതാണ് റോഡ് മാപ്പിലെ 5ാമത്തെ ഏരിയ എന്ന് പറയുന്നത്. ദെൻ 2026 ജനുവരി മുതൽ ഈ പ്രോഗ്രാമിൽ ലൈവായിട്ട് അതിന്റെ ക്രൈറ്റീരിയ എത്തിയ ആളുകൾക്ക് അത്രയും എല്ലാ മാസവും 1-ാം തീയതി, ജനുവരി 1 മുതൽ 2026 മുതൽ എല്ലാ മാസവും 1-ാം തീയതി റോയാലിറ്റി കിട്ടുന്ന രീതിയിൽ ഡിസൈൻ ചെയ്തിട്ടുണ്ട്. അതോടൊപ്പം മാർക്കറ്റ് പ്ലേസ് എന്ന് പറയുന്നത് നമുക്ക് NFT പോലെ പബ്ലിക് മാർക്കറ്റിൽ നമ്മൾ ആമസോണൊക്കെ ഉപയോഗിക്കുന്നത് പോലെ തന്നെ ഈ NFT നോൺ ഫഞ്ചബിൾ ടോക്കൺസ് ബൈ ആൻഡ് സെല് ചെയ്യുന്ന ഒരു പ്ലാറ്റ്ഫോം ലൈവാക്കാൻ അവർ പ്ലാൻ ചെയ്തിട്ടുണ്ട്. അത് Q1 2026 ദെൻ ഗെയിമിംഗ് പ്രോഗ്രാമുകൾ Q2 2026 അതിലേക്ക് ശേഷം മറ്റുള്ള പ്രോഗ്രാമുകളിലേക്കും വരാൻ പോകുന്ന ദിവസങ്ങളിലും വരാൻ പോകുന്ന നാളുകളിലും നമുക്ക് ആ റോഡ് മാപ്പ് അപ്ഡേറ്റ് ചെയ്തിട്ട് കാണാൻ പറ്റും. കാരണം ഈ ഒരൊറ്റ റോഡ് മാപ്പിൽ നിൽക്കുന്നതല്ല ഈ പ്രോഗ്രാം എന്ന് പറയുന്നത്. ഇനിയും മറ്റുള്ള പ്രോഗ്രാമുകളെ കണക്ട് ചെയ്യാൻ അവർ ഉദ്ദേശിക്കുന്നുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. അത് വരും കാലങ്ങളിൽ നമുക്ക് കാണാം. ഇനി ഏതായാലും നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു ഫസ്റ്റ് പ്രോഗ്രാം എങ്ങനെ റൺ ചെയ്യുന്നതാണ്. ഇതിന്റെ ഒരു മെക്കാനിസം എന്ന് പറയുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇത് പോളിഗൺ ബ്ലോക്ക് ചെയിനിലാണ് റൺ ചെയ്യുന്നത്. എത്തേറിയം ബ്ലോക്ക് ചെയിന്റെ സെക്കൻഡ് ലെയർ ആണ് പോളിഗൺ ബ്ലോക്ക് ചെയിൻ എന്ന് പറയുന്നത്. ഒരു സെക്കൻഡിൽ 60,000-ഓളം ട്രാൻസാക്ഷൻ നടക്കുന്ന ഒരു ബ്ലോക്ക് ചെയിൻ ആണ് പോളിഗൺ ബ്ലോക്ക് ചെയിൻ എന്ന് പറയുന്നത്. ഇന്ന് ഇന്ത്യയിൽ പോലും ഒരുപാട് പബ്ലിക് ആയിട്ടുള്ള ഗവൺമെന്റ് ഏരിയകളിലൊക്കെ തന്നെ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ബ്ലോക്ക് ചെയിൻ ആണ് പോളിഗൺ ബ്ലോക്ക് ചെയിൻ എന്ന് പറയുന്നത്. ഇന്ത്യയിൽ ഈ ലോകത്ത് തന്നെ 10ാമത്തെ സിറ്റിയാണ്, അതായത് 10ാമത്തെ ബ്ലോക്ക് ചെയിൻ സിറ്റിയാണ് ഹൈദരാബാദ് എന്ന് പറയുന്നത്. ഈ ഹൈദരാബാദിൽ തന്നെ ഒരുപടി ഗവൺമെന്റ് സെക്ടറുകളൊക്കെ എല്ലാം ഉപയോഗിക്കുന്നതും പോളിഗൺ ബ്ലോക്ക് ചെയിൻ ആണ്. അതേപോലെ തന്നെ ഇവിടെ ഉപയോഗിച്ചിരിക്കുന്ന എലമെന്റ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ USDT ആണ്, ടെതർ USDT ആണ്, അമേരിക്കൻ ഡോളറായിട്ട് സ്റ്റേബിൾ ആയിരിക്കുന്ന USDT ആണ്. മൂന്നാമത്തെ കാര്യം, ഇത് കോഡ് കംപ്ലീറ്റ്ലി വെരിഫൈഡ് ആയിട്ട് ട്രാൻസ്പെറന്റ് ആയിട്ട് ആളുകളിലേക്ക് ഫ്രാക്ഷൻ ഓഫ് സെക്കൻഡ് തന്നെ ട്രാൻസാക്ഷൻ കംപ്ലീറ്റ് ആക്കി ആളുകൾക്ക് അവരുടെ വരുമാനം ട്രാൻസ്ഫർ ചെയ്തിട്ട് കംപ്ലീറ്റ് ആക്കുന്ന ഒരു പ്രോസസ്സാണ്. ഒരിക്കലും ഹോൾഡ് ചെയ്ത് എപ്പോഴെങ്കിലും തരുന്ന ഒരു രീതിയല്ല. ഒരു ഹ്യൂമൻ ഇൻവോൾവ്മെന്റ് ഇതിൻ്റെ അകത്തില്ല. ഏണിങ്സ് എല്ലാം ഓട്ടോമേറ്റഡ് ആണ്, കംപ്ലീറ്റ്ലി ട്രസ്റ്റഡ് ആണ്, ഇമ്മ്യൂട്ടബിൾ ആൻഡ് സെക്യൂർ ആണ്. വൺസ് ഡിപ്ലോയിഡ് കനോട്ട് ബി ചേഞ്ച്ഡ്. ഒരിക്കലും ഇത് മാറ്റം വരുത്താൻ പറ്റില്ല. ഒരിക്കലും ട്രാൻസാക്ഷൻ എക്സിക്യൂട്ടഡ് ആണെങ്കിൽ അത് ആ രീതിയിൽ കംപ്ലീറ്റ് ആയിട്ട് പോകുന്ന ഒരു പ്രോസസ്സാണ്. ഒരിക്കലും അത് റിവൈസ് ചെയ്യാൻ പറ്റുന്ന രീതിയല്ല. ദെൻ ഇതിന്റെ ഓപ്പർച്യൂണിറ്റി എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മാർക്കറ്റിൽ സാധാരണ രീതിയിൽ ക്രിപ്റ്റോ കറൻസിയുടെ മാർക്കറ്റ് യൂസേഴ്സ് എന്ന് പറയുന്നത് ഗ്ലോബൽ യൂസേഴ്സ് എന്ന് പറഞ്ഞാൽ 500 മില്യണിൽ കൂടുതലാണ്. നമ്മുടെ ഈ പ്രോഗ്രാം ഞാൻ നേരത്തെ പറഞ്ഞ ഡീസെൻട്രലൈസ്ഡ് ഫൈനാൻസ് അത് ഡെഫി എന്ന് പറയുന്ന ഡിജിറ്റൽ കോൺട്രാക്റ്റുകളാണ്. ഈ ക്രിപ്റ്റോ മാർക്കറ്റ് എന്ന് പറയുന്നത് മാക്സിമൈസ് ചെയ്തിട്ട് ഇൻകം ഏൺ ചെയ്യാൻ പറ്റുന്ന ഏരിയ എന്ന് പറയുന്നത് ഡെഫി ആൻഡ് സ്മാർട്ട് കോൺട്രാക്ട്, ഡിജിറ്റൽ ഫൈനാൻസ് ആൻഡ് ഡീസെൻട്രലൈസ്ഡ് ഫൈനാൻസ് ആൻഡ് സ്മാർട്ട് കോൺട്രാക്റ്റുകളാണ്. അത് തന്നെയാണ് ഇവിടെ റൺ ചെയ്യുന്നത്. നമുക്ക് ആളുകൾ ഇപ്പോഴും കൂടുതൽ ഇൻട്രസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഏരിയ ആണ് ക്രിപ്റ്റോ മേഖല എന്ന് പറയുന്നത്. ഇന്ത്യ പോലും ഇനി നമ്മുടെ സാധാരണ കണ്ടുകൊണ്ടിരിക്കുന്ന നോട്ടിൽ നിന്ന് ക്രിപ്റ്റോ നോട്ടുകളിലേക്ക് മാറുന്ന CBDC എന്ന് പറയുന്ന ഇന്ത്യയുടെ തന്നെ ഓൺ ക്രിപ്റ്റോ എലമെന്റ് ലോഞ്ച് ചെയ്തതിന്റെ പ്രോസസ്സുകൾ നടന്നുകൊണ്ടിരിക്കുന്നു. അതേപോലെ തന്നെ എല്ലാവരും മാക്സിമം ഈ ക്രിപ്റ്റോയിലൂടെയാണ് അല്ലെങ്കിൽ ബ്ലോക്ക് ചെയിനിലൂടെയാണ് കാര്യങ്ങൾ ഇനി റൺ ചെയ്യുന്നത്, കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ പോകുന്നത്. സോ അതുകൊണ്ട് തന്നെ ഇതിന്റെ ഒരു അഡോപ്ഷൻ എന്ന് പറയുന്നത് വലുതാണ്, ഗ്ലോബൽ അഡോപ്ഷൻ എന്ന് പറയുന്നത്. ചാലഞ്ചസ് കമ്പയർഡ് ടു ട്രഡീഷണൽ മാർക്കറ്റ് എന്ന് പറയുന്നത് ഇത് സെൻട്രലൈസ്ഡ് പ്രോസസ്സുകളെ കമ്പയർ ചെയ്യുമ്പം ഇത് സെൻട്രലൈസ്ഡ് സിസ്റ്റത്തിൽ എപ്പോഴും ഒരു ട്രാൻസ്പെറൻസി ഉണ്ടാവില്ല. അതുപോലെ തന്നെ കൺട്രോൾ ആളുകളുടെ കയ്യിലായിരിക്കും. അവരെ തീരുമാനിക്കും എന്ത് ചെയ്യണം, എന്ത് വേണ്ട, എന്ത് മാറ്റങ്ങൾ വരുത്തണം അവരുടെ മാനേജ്മെന്റിൽ പോകുന്നതാണെങ്കിൽ ഇവിടെ കോൺഫോർജ് ചെയ്യുന്ന എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഫുള്ളി ഓട്ടോമാറ്റഡ് ആയിട്ടുള്ള ഈ സ്മാർട്ട് കോൺട്രാക്റ്റുകൾ ഒരു അഡ്മിൻ കൺട്രോളും ഇല്ലാതെ കംപ്ലീറ്റ്ലി ഡീസെൻട്രലൈസ്ഡ് ആയിട്ട് ആളുകൾക്ക് ഏത് സെക്കൻഡിലും ഫ്രാക്ഷൻ ഓഫ് സെക്കൻഡ് തന്നെ ഇൻകം ഏൺ ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ഡിസൈൻ ചെയ്തൊരു പ്രോഗ്രാമാണ്. ലോവസ്റ്റ് ഫീസ് ആയിട്ട് സെക്യൂർ ആയിട്ട് റൺ ചെയ്യുന്ന ഒരു പ്രോഗ്രാമാണ്. ദെൻ ഇതിന്റെ ഒരു കീ ഫീച്ചേഴ്സ് എന്ന് പറയുന്നത് നേരത്തെ പറഞ്ഞ പോലെ ബ്ലോക്ക് ചെയിൻ പവേർഡ് ആണ്, 100% ഡീസെൻട്രലൈസ്ഡ് ആണ്, ഇൻസ്റ്റന്റ് സെയിം സെക്കൻഡിൽ പേ ഔട്ട് ആണ്, സെക്യൂരിറ്റി ആൻഡ് ഇമ്മ്യൂട്ടബിലിറ്റി ഓൾറെഡി ഞാൻ പറഞ്ഞു. ഗ്ലോബൽ ആക്സസിബിലിറ്റി എന്ന് പറയുന്നത് ഗ്ലോബലി ഈ പ്രോജക്റ്റിൽ ആര് എന്ത് ആക്ടിവിറ്റി നടത്തുമ്പോഴും അതിലൊരു വിഹിതം നമുക്ക് കിട്ടുന്ന രീതിയിൽ ഡിസൈൻ ചെയ്തൊരു പ്രോഗ്രാമാണ്.
ദെൻ ഇതിന്റെ ഒരു ഫ്ലോ എന്ന് പറയുന്നത് നമ്മൾ രജിസ്റ്റർ ചെയ്യുക, സ്മാർട്ട് കോൺട്രാക്റ്റുകൾ ആക്ടിവേറ്റ് ചെയ്യുക. സ്മാർട്ട് കോൺട്രാക്റ്റുകൾ ആക്ടിവേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അല്ലെങ്കിൽ രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന റെഫറൽ ഇൻവിറ്റേഷൻ ലോകത്ത് ഏതൊരാൾക്കും നമുക്ക് കൊടുക്കാൻ പറ്റും. ആര് ഈ ആക്ടിവിറ്റി ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിലും നമുക്ക് 40% അവർ ചെയ്യുന്ന ആക്ടിവിറ്റിയുടെ റെഫറൽ ഇൻകം ആണ്. ദെൻ ഇതിൽ ഓൾറെഡി 8% 8% ലെവൽ ഇൻകം 5 ജനറേഷൻ 5 ലെവലിലേക്കായിട്ട് ജനറേഷൻ ഇൻകം ഉണ്ട്. അതുകൂടാതെ ഞാൻ നേരത്തെ പോയിന്റ് ചെയ്ത അൺലിമിറ്റഡ് ആയിട്ട് ഗ്ലോബൽ ഷെയർ കിട്ടാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി ബിൽഡ് ചെയ്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഞാൻ ഫസ്റ്റ് പോയിന്റ് ചെയ്തിരിക്കുന്ന സ്മാർട്ട് കോൺട്രാക്ട് റോഡ് മാപ്പിൽ പോയിന്റ് ചെയ്തിരിക്കുന്ന സ്മാർട്ട് കോൺട്രാക്റ്റുകൾ ആക്ടിവേറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് കളക്ട് ചെയ്യാൻ പറ്റുന്ന എനർജി ടോക്കൺ ഭാവിയിൽ അവരുടെ ക്രിപ്റ്റോ കറൻസി വരുന്ന സമയത്ത് അതിലേക്ക് മാറ്റിത്തരാനുള്ള എനർജി ടോക്കൺ അൺലിമിറ്റഡ് ആയിട്ട് കളക്ട് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ഡിസൈൻ ചെയ്തൊരു പ്രോഗ്രാമാണ്. ഇതാണ് ഫ്ലോ എന്ന് പറയുന്നത്. ഇതിന്റെ ഫസ്റ്റ് പ്രോഗ്രാം പറഞ്ഞു നേരത്തെ സ്മാർട്ട് കോൺട്രാക്റ്റുകൾ, എങ്കിൽ പോലും അതിനൊരു പേരുണ്ട് ആ സ്മാർട്ട് കോൺട്രാക്റ്റുകൾക്ക്, ഫോർജ് റൈസ് എന്നാണ്. ഇതിലൂടെയാണ് റെഫറൽ ചെയ്യുന്നത്, ഇതിലൂടെയാണ് ജനറേഷൻ ഇൻകം എടുക്കുന്നത്, ഇതിലൂടെയാണ് ഗ്ലോബൽ ഷെയർ എടുക്കുന്നത്, ഇതിലൂടെയാണ് എനർജി ടോക്കൺ കളക്ട് ചെയ്യുന്നത്, ഇതിലൂടെയാണ് നിങ്ങൾ ക്രിപ്റ്റോ എയർ ഡ്രോപ്പ് ആയിട്ട് കളക്ട് ചെയ്യുന്നത്, ഇതിലൂടെ തന്നെയാണ് നിങ്ങൾക്ക് റോയാലിറ്റി കളക്ട് ചെയ്യാനും പറ്റുന്നത്. സോ ഇതിനെ ലിങ്ക് ചെയ്യുന്നതെല്ലാം തന്നെ നിങ്ങൾ ആളുകളിലേക്ക് കണക്ട് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ഇൻവിറ്റേഷൻ ലോകത്ത് ആര് ഉപയോഗിച്ചാലും, നിങ്ങൾ ഇൻവിറ്റേഷൻ ഉപയോഗിച്ച് ഈ പ്രോഗ്രാമിൽ ആര് തന്നെ എന്ത് സ്മാർട്ട് കോൺട്രാക്റ്റുകൾ ആക്ടിവിറ്റി ചെയ്താലും നിങ്ങൾ ആക്ടിവിറ്റി ചെയ്താൽ കിട്ടുന്ന എനർജി ടോക്കനും അവർ ആക്ടിവിറ്റി ചെയ്താൽ എനർജി ടോക്കൺ കിട്ടുന്നു. നിങ്ങൾ ചെയ്ത ആക്ടിവിറ്റി, നിങ്ങൾ ചെയ്ത സ്മാർട്ട് കോൺട്രാക്റ്റുകൾ ഏതാണോ അതിനെ ബേസ് ചെയ്തിട്ട് അവർ ചെയ്യുന്ന സ്മാർട്ട് കോൺട്രാക്റ്റുകളിൽ നിന്ന് നിങ്ങൾക്ക് എവറി ആക്ടിവേഷൻ നിങ്ങൾക്ക് 40% റെഫറൽ ഇൻകം കിട്ടും. ഒരു കണ്ടീഷനും ഇല്ല, അൺകണ്ടീഷണൽ ആയിട്ട്. ദെൻ ഇതിന്റെ പ്രോഗ്രാം ഫസ്റ്റ് ഫോർജ് റൈസ് എന്ന പ്രോഗ്രാമിലെ സ്മാർട്ട് കോൺട്രാക്റ്റുകൾ എന്ന് പറയുന്നത് 9 കോൺട്രാക്റ്റുകളാണ്. നിങ്ങൾ അവിടെ സ്ക്രീനിൽ കാണുന്നുണ്ടാവും 1, 2, 3, 4, 5, 6. ഇതാണ് ഞാൻ പറഞ്ഞത് ഇപ്പം ലൈവായിട്ട് നിൽക്കുന്ന പ്രോഗ്രാമുകൾ. ഇതിനുശേഷം നിങ്ങൾക്ക് ഗോൾഡൻ കളറിൽ കാണാൻ പറ്റും. അതൊരു പ്രീമിയം ലെവൽ ഓഫ് സ്മാർട്ട് കോൺട്രാക്ട് ആണ്. അത് അപ്കമിങ് സോൺ എന്ന് ഓൾറെഡി കമ്മിങ് സോൺ എഴുതിയിട്ടുണ്ട് 7, 8, 9. ഈ 7ാമത്തെയും 8ാമത്തെയും 9ാമത്തെയും കോൺട്രാക്ട് ആണ് ഞാൻ പറഞ്ഞത്. ഓഗസ്റ്റ്, സെപ്റ്റംബർ, ജൂലൈ, ഓഗസ്റ്റ്, സെപ്റ്റംബർ മാസങ്ങളിൽ എപ്പോഴെങ്കിലും അത് ലോഞ്ച് ചെയ്തേക്കാം. ഏതായാലും അത് വരുമ്പം വരട്ടെ. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ ലൈവായിട്ട് നിൽക്കുന്ന ഈ സ്മാർട്ട് കോൺട്രാക്റ്റുകൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ ഇത് എങ്ങനെ റൺ ചെയ്യാൻ പറ്റും എന്നുള്ളത് മനസ്സിലാക്കുക എന്നുള്ളതാണ്. ഇവിടെ 1ാമത്തെയും 2ാമത്തെയും 3ാമത്തെയും 4ാമത്തെയും 5ാമത്തെയും 6ാമത്തെയും കോൺട്രാക്റ്റുകൾ നിങ്ങൾ കാണുന്നുണ്ടാവും. വാല്യൂസ്, ആദ്യത്തെ കോൺട്രാക്ടിന്റെ വാല്യൂ $50 ആണ് എന്ന് പറഞ്ഞാൽ ഏതാണ്ട് ഒരു 4500, 4600 രൂപയാണ്. ശേഷം നമുക്ക് 2ാമത്തെ കോൺട്രാക്ട് ആക്ടിവേറ്റ് ചെയ്യണമെങ്കിൽ മറ്റൊരു $100 വേണം, ഏതാണ്ട് ഒരു 9200 രൂപ വരും. 3ാമത്തെ കോൺട്രാക്ട് ആക്ടിവേറ്റ് ചെയ്യണമെങ്കിൽ $150 വേണം. 4ാമത്തെ കോൺട്രാക്ട് ആക്ടിവേറ്റ് ചെയ്യേണ്ടത് വേറൊരു $200 വേണം. 5ാമത്തെ കോൺട്രാക്ടിന് 250, 6ാമത്തെ കോൺട്രാക്ടിന് $300. ഇവിടെ ഈ ഇതിൽ തന്നെ നിങ്ങൾക്ക് ഡിസൈനിൽ കാണാൻ പറ്റുന്നുണ്ടാവും. ഇപ്പുറത്ത് എഴുതിയിട്ടുണ്ട് 5 ജനറേഷൻ എന്നും. ഇതിന്റെ താഴത്തെ 2 ഗ്ലോബൽ ഡിസൈനിൽ ചെയ്തിരിക്കുന്ന 3ാമത്തെയും 6ാമത്തെയും കോൺട്രാക്ടിന് ഇപ്പുറത്ത് എഴുതിയിട്ടുണ്ട് ഗ്ലോബൽ ഷെയർ എന്നും. ഇത് എങ്ങനെ റൺ ചെയ്യുന്നു എന്നുള്ളതാണ് നമുക്ക് ബേസിക്കലി മനസ്സിലാക്കേണ്ടത്. 5 ജനറേഷൻ എന്ന് പറയുന്ന 1ാമത്തെയും 2ാമത്തെയും 4ാമത്തെയും 5ാമത്തെയും കോൺട്രാക്റ്റുകളെല്ലാം തന്നെ നമ്മൾ ആക്ടിവേറ്റ് ചെയ്യാം. നമ്മൾ ആക്ടിവേറ്റ് ചെയ്യുന്ന സമയത്ത് അതിന്റെ ആ ഒരു സീക്വൻസിലെ ആക്ടിവേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. 1 കഴിഞ്ഞിട്ട് 2ാമത്തെ ആക്ടിവേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ, 2 കഴിഞ്ഞിട്ട് 3ാമത്തെ ആക്ടിവേറ്റ് ചെയ്യണം. ഓരോന്നിന്റെയും വാല്യൂ ആണ് അതിൽ കാണിച്ചിരിക്കുന്നത്. ആദ്യത്തെ കോൺട്രാക്ട് ആക്ടിവേറ്റ് ചെയ്യുന്ന $50 ആണെങ്കിൽ അത് കഴിഞ്ഞാൽ 2ാമത്തെ കോൺട്രാക്റ്റും കൂടി ആക്ടിവേറ്റ് ചെയ്യണമെങ്കിൽ 50 + 100. 3ാമത്തെ കോൺട്രാക്ട് ആക്ടിവേറ്റ് ചെയ്യണമെങ്കിൽ 50 + 100 + 150. ഇങ്ങനെ പ്ലസ് ആയിട്ടാണ് വരുന്നത്. അല്ലാതെ നിങ്ങൾ $150 സ്പെൻഡ് ചെയ്തത് കൊണ്ട് നിങ്ങൾക്ക് 3 കോൺട്രാക്ട് ആക്ടിവേറ്റ് ചെയ്യാൻ പറ്റില്ല, അല്ലെങ്കിൽ 3ാമത്തെ കോൺട്രാക്ട് ഡയറക്റ്റ് പോയിട്ട് ആക്ടിവേറ്റ് ചെയ്യാൻ പറ്റില്ല. സോ അതിന്റെ സീക്വൻസിൽ 1, 2, 3, 4 ആയിട്ട് തന്നെ നിങ്ങൾ ആക്ടിവേറ്റ് ചെയ്ത് വരണം. ഇവിടെ 6 കോൺട്രാക്റ്റുകളാണെങ്കിൽ 6 കോൺട്രാക്റ്റുകളിലും കംപ്ലീറ്റ് ആയിട്ട് ആക്ടിവേറ്റ് ചെയ്യാൻ പറ്റുന്ന ഇപ്പോഴത്തെ മാക്സിമം ഇൻവെസ്റ്റ്മെന്റ് ഓപ്പർച്യൂണിറ്റി എന്ന് പറയുന്നത് $1050 ആണ്. എന്ന് പറഞ്ഞാൽ ഏതാണ്ട് ഒരു 95,000 രൂപയാണ്. എന്നാൽ ആദ്യത്തെ കോൺട്രാക്ട് മാത്രം ആക്ടിവേറ്റ് ചെയ്യണമെങ്കിൽ $50 ആണ്. അവിടെ ഒരു 4600 രൂപ അങ്ങനെ എന്തെങ്കിലും ചിലവാക്കിയാൽ മതി. അതിന്റെ വാല്യൂ എത്രയാണ്? അതെ, 92 രൂപ വെച്ച് കണക്കൂട്ടിയാൽ മതി. ഞാൻ പറയുന്നത് ഇവിടെ നിങ്ങൾ ആക്ടിവേറ്റ് ചെയ്യുന്ന കോൺട്രാക്റ്റുകൾ 6 കോൺട്രാക്റ്റുകൾ, നിങ്ങൾ 6 കോൺട്രാക്ട് ആക്ടിവേറ്റ് ചെയ്യുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം മനസ്സിലാക്കേണ്ടത് ഈ 1ാമത്തെയും 2ാമത്തെയും 4ാമത്തെയും 5ാമത്തെയും കോൺട്രാക്റ്റുകൾ, ഇതിൽ ഏത് കോൺട്രാക്ട് ആക്ടിവേറ്റ് ചെയ്താലും സിംപ്ലി കോമൺ ആയിട്ട് ചിന്തിക്കേണ്ട ഒരു കാര്യം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, ഇതിൽ ഏത് കോൺട്രാക്ട് നമ്മളിൽ കൂടെ നമ്മളെ റെഫറൽ ഇൻവിറ്റേഷൻ ഉപയോഗിച്ച് ആര് ആക്ടിവേറ്റ് ചെയ്താലും അവർ ആക്ടിവേറ്റ് ചെയ്യുന്ന ടോട്ടൽ വാല്യൂവിന്റെ 40% നമുക്ക് റെഫറൽ ഇൻകം ആണ്. എന്ന് പറഞ്ഞാൽ $100 ആക്ടിവിറ്റി നടന്നാൽ $40 നമുക്കുള്ളതാണ്. $1050 ആക്ടിവിറ്റി, അതായത് നമ്മൾ 6 കോൺട്രാക്ട് ആക്ടിവേറ്റ് ചെയ്തിട്ടുണ്ട്, നമ്മൾ റെഫറൽ ഇൻവിറ്റേഷൻ ഉപയോഗിച്ച് വരുന്ന ഒരാൾ 40 ഈ സെയിം 6 കോൺട്രാക്ട് $1050 കൊടുത്ത് 95,000 രൂപ കൊടുത്തിട്ട് ആക്ടിവേറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് $420 റെഫറൽ ഇൻകം മാത്രമാണ്. മനസ്സിലാക്കേണ്ടത് നമ്മുടെ ഇൻവിറ്റേഷൻ ലിങ്ക് ഉപയോഗിച്ചിട്ട് ആര് എന്ത് കോൺട്രാക്റ്റുകൾ ആക്ടിവേറ്റ് ചെയ്താലും നമുക്ക് 40% റെഫറൽ ഇൻകം ആണ്. പ്ലസ്
ഇതിന്റെ 20% ടോട്ടൽ കോൺട്രാക്ടിന്റെ 20% ഈ പ്രോജക്റ്റിന്റെ റോയാലിറ്റിയുടെയും പ്രോജക്ട് ഫണ്ടുമായിട്ടും പോകുന്നു. സോ 40+20 60% ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്ന രീതി മനസ്സിലായല്ലോ. 40% നമുക്ക് കിട്ടുന്ന റെഫറൽ ഇൻകം, ഇൻവിറ്റേഷൻ കൊടുത്താൽ കിട്ടുന്ന ഇൻകം, 20% ഇതിന്റെ എൻറ്റയർ പ്രോജക്റ്റിന്റെ ഡെവലപ്മെന്റ് പ്ലസ് റോയാലിറ്റി. ഞാൻ പറഞ്ഞു നേരത്തെ ജനുവരി 1 മുതൽ റോയാലിറ്റി കിട്ടി തുടങ്ങുന്നുള്ളത്, അതിന്റെ ഒരു ക്രൈറ്റീരിയ ഉണ്ട്. അത് പ്രകാരം ജനുവരി 1 മുതൽ തരാനുള്ള റോയാലിറ്റിയിലേക്കുള്ള പ്രൊവിഷൻ ചെയ്ത് വെക്കുന്ന എമൗണ്ട് ആണ് ആ 20% ഒരു പോർഷൻ എന്ന് പറയുന്നത്. സോ 40+20 കഴിഞ്ഞാൽ 60, ബാലൻസ് 40% ആണ്. സോ ഈ 5 ജനറേഷൻ കാണുന്നുണ്ടാവും നിങ്ങൾ. ഒന്നാമത്തെയും രണ്ടാമത്തെയും നാലാമത്തെയും അഞ്ചാമത്തെയും കോൺട്രാക്റ്റുകളെല്ലാം ജനറേഷൻ ഇൻകം ആണ് എന്ന് പറഞ്ഞാൽ ഈ കോൺട്രാക്റ്റുകളുടെ ഈ 5 ജനറേഷൻ മാർക്ക് ചെയ്തിരിക്കുന്ന കോൺട്രാക്റ്റുകളുടെ 40% 5ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ട് 8% വെച്ചിട്ട് എവിടെയാണോ ട്രീയിലെ പൊസിഷൻ ആവുന്നത് അതിന്റെ 5 അപ്ലൈനുകൾക്ക് ഈക്വലി ഡിവൈഡ് ചെയ്തു പോകും. എന്ന് പറഞ്ഞാൽ നമ്മളെ താഴെന്നും അതിന്റെ താഴെന്നും അതിന്റെ താഴെന്നും അതിന്റെ താഴെന്നും അതിന്റെ താഴെന്നും 5 ലെവലിൽ നിന്ന് പോലും നമുക്ക് 8% വെച്ച് ഇൻകം കിട്ടും. $50 ആണെങ്കിൽ 8% കിട്ടും. $50, $100 8%, $8 കിട്ടും. $200 8%, $16 കിട്ടും. $250 8% ആണെങ്കിൽ $20 കിട്ടും. ഇങ്ങനെ ഓരോ കോൺട്രാക്റ്റുകളുടെ ആക്ടിവിറ്റിയും നമ്മുടെ ഈ 5 ലെവലിൽ നിന്നും എന്ത് ആക്ടിവിറ്റി നടന്നാലും ആ ടീം ആര് എങ്ങനെ കൊണ്ടുവന്നു എന്നുള്ളതല്ല, നമ്മൾ റെഫർ ചെയ്താണ് നിർബന്ധം. നമ്മൾ റെഫർ ചെയ്താൽ 40% ഷുവറായിട്ടും കിട്ടും. അത് കൂടാതെ നമുക്ക് നമ്മുടെ പ്ലേസ്മെന്റ് പ്രകാരം ലെവലിംഗും കിട്ടും. ആ പ്ലേസ്മെന്റ് എങ്ങനെയാണെന്നും ഏത് രീതിയിലാണ് ട്രീ ബിൽഡ് ആകുക എന്നുള്ളത് ഞാൻ പറയാം. അതുപോലെ തന്നെ താഴെ കാണുന്ന ഗ്ലോബൽ ഷെയർ എന്ന് പറയുന്നിടത്തും അതേപോലെ 40% ബാക്കിയുണ്ട്. നേരത്തെ പറഞ്ഞ 40ഉം 20ഉം കഴിഞ്ഞ് 40% ബാക്കിയുണ്ട്. ഈ 40% പോകുന്നത് എങ്ങോട്ടാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഉദാഹരണത്തിന് ഒരാൾ $150 ആക്ടിവിറ്റി ചെയ്ത ഒരാളാണെങ്കിൽ ഈ $150 ആക്ടിവിറ്റി ചെയ്യുന്ന സമയത്ത് അതിലെ 40%, 20% കഴിച്ചുള്ള ബാക്കി 40% എന്ന് പറഞ്ഞാൽ $60 ആണ്. ഈ $60 ഇപ്പൊ ഉദാഹരണത്തിന് ഞാനാണ് ആക്ടിവിറ്റി ചെയ്യാൻ പോകുന്നതെങ്കിൽ, ഞാൻ ആക്ടിവിറ്റി ചെയ്യുന്നതിന് തൊട്ട് മുമ്പ് വരെ ലോകത്ത് ആരെല്ലാം ആക്ടിവിറ്റി ചെയ്തിട്ടുണ്ടോ അവർക്ക് ഈക്വലി ഡിസ്ട്രിബ്യൂട്ട് ചെയ്തു പോകും $60 എന്ന് പറഞ്ഞാൽ അതാണ് ഗ്ലോബൽ ഷെയർ എന്ന് പറയുന്നത്. ഇപ്പൊ കഴിഞ്ഞ 2 ദിവസത്തിനുള്ളിൽ ഇത് വന്നത് മുതൽ ആക്ടിവിറ്റി ചെയ്ത ആളുകൾക്കെല്ലാം അറിയാൻ പറ്റുന്നുണ്ട് മാക്സിമം ഗ്ലോബൽ ഷെയർ എവറി സമയങ്ങളിൽ എവറി മിനിറ്റ് ലോകത്ത് ആക്ടിവിറ്റി നടക്കുന്ന സമയത്ത് എവിടെ ആക്ടിവിറ്റി നടന്നാലും ആര് ആക്ടിവിറ്റി ചെയ്താലും നമ്മളെ ടീമെന്നോ എംപവറിന്റെ ആളെന്നോ ഒന്നൊന്നുമില്ല, ആര് ആക്ടിവിറ്റി ചെയ്താലും നമുക്ക് അതിന്റെ ഒരു വിഹിതം കിട്ടുന്നുണ്ടെന്നുള്ളത്. അതിനാണ് ഇതിന്റെ ഏറ്റവും വലിയ ബ്യൂട്ടി എന്ന് പറയുന്നത്. എന്ന് പറഞ്ഞാൽ ഒരു ഇൻവെസ്റ്റർ ആയിട്ട് വന്നിട്ട് ഇൻവെസ്റ്റർ മോഡ് തന്നെ ഇരിക്കാൻ എന്റർടൈൻ ചെയ്യണമെന്നല്ല പറയുന്നത്. ആ ഇൻവെസ്റ്റർ ആയിട്ട് വന്ന ഒരാൾ പോലും ഈ ഒരു ഇൻകം കാണുന്ന സമയത്ത് അദ്ദേഹത്തിലൂടെ അയാളെ ഇൻവിറ്റേഷൻ ഉപയോഗിച്ച് മറ്റൊരു ഇൻവെസ്റ്റർ വരുമ്പോഴും അദ്ദേഹം ടീം ബിൽഡ് ചെയ്യാനുള്ള ആ ഒരു പോസിബിലിറ്റി വളരെ വലുതാണ്. അത് $150 എന്നാണെങ്കിൽ $60, ഈ $300 ആറാമത്തെ കോൺട്രാക്ട് എന്നാണെങ്കിൽ $120, അതിന്റെ ഒരു വിഹിതം നമ്മളും അതിന്റെ ഭാഗമായി നിന്നുകൊണ്ട് നമുക്ക് കിട്ടുന്നുള്ളൂ. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഞാനാണ് ആക്ടിവിറ്റി ചെയ്യുന്നതെങ്കിൽ എന്റെ ഞാൻ ആക്ടിവിറ്റി ചെയ്യുന്ന തൊട്ട് മുമ്പ് വരെ ആരെല്ലാം ഈ എൻറ്റയർ ഈ ഗ്ലോബലി ഈ പ്രോജക്റ്റ് ചെയ്തതിൽ $150 കോൺട്രാക്ട് ആക്ടിവിറ്റി ചെയ്തിട്ടുണ്ടോ അവർക്കെല്ലാം ഈ $60 ഡിസ്ട്രിബ്യൂട്ട് ചെയ്തു പോകും. $300 $300 ഞാൻ ചെയ്യുന്നതിന്റെ തൊട്ട് മുമ്പ് ആരെല്ലാം ചെയ്യേണ്ട അവർക്കൊക്കെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്തു പോകും. ഞാൻ ചെയ്ത് കഴിഞ്ഞിട്ട് ശേഷം ആ സെക്കൻഡ് മുതൽ ആരെല്ലാം ഇതിൽ ഡിസ്ട്രിബ്യൂഷൻ ആരെല്ലാം ഇതിൽ ഈ കോൺട്രാക്റ്റുകൾ ആക്ടിവിറ്റി ചെയ്യുന്നോ അതിന്റെ ഡിസ്ട്രിബ്യൂഷൻ വരുന്ന സമയത്ത് ആ ഗ്ലോബൽ ഷെയർ എനിക്കും കിട്ടിക്കൊണ്ട് തുടങ്ങും എന്നുള്ളതാണ് ഇതിന്റെ ബ്യൂട്ടി. സോ ഞാൻ ചെയ്ത് കഴിഞ്ഞ മൊമെന്റ് ശേഷം ആര് ഗ്ലോബലി ഈ 150ന്റെയും 300ന്റെയും കോൺട്രാക്ട് ആക്ടിവിറ്റി ചെയ്താലും നമ്മൾ ആക്ടിവേറ്റഡ് ആണെങ്കിൽ നമുക്ക് അതിന്റെ വിഹിതം കിട്ടും. സോ 1ഉം 2ഉം മാത്രമല്ല, മൂന്നാമത്തെ ചെയ്താൽ 150 ചെയ്ത് കഴിഞ്ഞാലാണ് അതിന്റെ നമ്മൾ ആക്റ്റീവായി നിൽക്കുന്നതുകൊണ്ട് അതിന്റെ വിഹിതം കിട്ടുന്നത്. ശേഷം 7ഉം 8ഉം 9ഉം ഭാവിയിൽ വരാനുള്ളതാണ്. അത് വരുന്ന സമയങ്ങൾ അതിന്റെ ബെനിഫിറ്റുകൾ അതും ഉണ്ടാവും എന്നർത്ഥം. ഈ 150ഉം 300ഉം കഴിഞ്ഞ് 1500 ആണെങ്കിൽ അതിന്റെ ഷെയർ എന്ന് പറഞ്ഞാൽ $600 ആണെന്ന് മനസ്സിലാക്കാം. ദെൻ ഇത് ഈ 5 ജൻ മാട്രിക്സ് എങ്ങനെ റൺ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും വിചാരിക്കുന്നു. ഈ ജനറേഷൻ എങ്ങനെയാണെന്നുള്ളത് ഞാനൊന്ന് ജസ്റ്റ് പോയിന്റ് ചെയ്യാം. ഫസ്റ്റ് ഓഫ് ഓൾ 5 പേരുടെ 5 ഒരു മിനിറ്റ്, ഞാൻ അതിന്റെ അടുത്ത പിക്ചറാണെന്ന് നിങ്ങൾക്ക് മനസ്സിലാവും. നിങ്ങളിവിടെ കാണുന്നുണ്ടാവും ഈ ഗ്രേ കളറിൽ നേരത്തെ പോയിന്റ് ചെയ്തിരിക്കുന്ന കോൺട്രാക്റ്റുകൾ 1, 2, 4, 5 അതേപോലെ 7, 8 ഇതെല്ലാം 5 ജനറേഷൻ ആണ്. 7ഉം 8ഉം ഓപ്പൺ ആവുന്നില്ലെങ്കിൽ പോലും 1ഉം 2ഉം 4ഉം 5ഉം ഇപ്പോൾ ലൈവ് ആണ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം 5 ജനറേഷൻ എന്ന് പറയുന്നത് 5 ജനറേഷൻ 5 മാട്രിക്സ് ആണ് ഈ ഒരു പ്രോഗ്രാം ഡിസൈൻ ചെയ്തിരിക്കുന്നത്. നമ്മൾ റെഫർ ചെയ്താൽ നമുക്ക് 5 പേരെ നമ്മളെ ഫസ്റ്റ് ലെവൽ 5 പേരെ നമുക്ക് പ്ലേസ് ചെയ്യാൻ പറ്റും. നമുക്ക് എത്ര പേരെ വേണമെങ്കിലും റെഫർ ചെയ്യാം, പക്ഷെ നമ്മളെ താഴെ 5 പേര് മാത്രമേ പ്ലേസ് ആവുള്ളൂ. ഈ 5 ആൾ കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അതിന്റെ താഴെ ഓട്ടോ പ്ലേസ് ആവും. അത് അതിന്റെ നെക്സ്റ്റ് സ്ലൈഡിൽ ഞാൻ പറയാം. പക്ഷെ 5 ജനറേഷൻ ഡിസൈൻ ചെയ്തത് ഇങ്ങനെയാണ്. ആദ്യത്തെ 5 പേര് നമുക്ക് 5 പേര് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ 5 പേര് ഡ്യൂപ്ലിക്കേറ്റ് ചെയ്ത് പോവുകയോ അല്ലെങ്കിൽ ഏത് രീതിയിലാണെങ്കിൽ പോലും മാക്സിമം ഒരാളുടെ താഴെ ഒരാൾക്ക് 5 പേരെ കൂടുതൽ ഡിസൈൻ ആവില്ല, ആ ട്രീ ബിൽഡ് ആവില്ല. സോ 5 പേര്, 5ന്റെ താഴത്ത് 25 പേര്, അതിന്റെ താഴത്ത് 125 പേര്, അതിന്റെ താഴത്ത് 625 പേര്, ഇങ്ങനെയാണ് 5ന്റെ താഴത്ത് 25, അതിന്റെ താഴത്ത് 125, അതിന്റെ താഴത്ത് 625. ഈ രീതിയിലാണ് 5 ലെവൽ 5, 25, 125, 625. സോ ഈ രീതിയിൽ ഓരോ ജനറേഷനും
എങ്ങനെയാണ് ടോട്ടൽ കൂട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 3905 ആളുകളിൽ നിന്നായിട്ട് മാക്സിമം നമുക്ക് ജനറേഷൻ ഇൻകം കളക്ട് ചെയ്യാൻ പറ്റുന്ന വലിയ ഓപ്പർച്യൂണിറ്റിയാണ് ഈ ഒരു ഡിസൈനിലൂടെ അല്ലെങ്കിൽ ഈ ഒരു ജനറേഷൻ ഫ്ലോയിലൂടെ നമുക്ക് കിട്ടാന്ന് പറയുന്നത്. മനസ്സിലായിട്ടുണ്ടാവും വിചാരിക്കുന്നത്. നമ്മൾ ഓരോ കോൺട്രാക്റ്റുകൾ ആക്ടിവേറ്റ് ചെയ്യുന്ന സമയത്തും ഓരോ കോൺട്രാക്റ്റും നമ്മുടെ ട്രീ ഓട്ടോമാറ്റിക് ആയിട്ട് ബിൽഡ് ആവും. അതിൽ ഫസ്റ്റ് ലെവലിൽ 5 പേരാണ്, അതിന്റെ സെക്കൻഡ് ലെവലിൽ 25 പേരാണ്, അതിന്റെ തേർഡ് ലെവലിൽ 105 പേരാണ്, അതിന്റെ ഫോർത്ത് ലെവലിൽ 605 പേരാണ്, അതിന്റെ ഫിഫ്ത്ത് ലെവലിൽ 3105 പേരാണ്. സോ ഈ ഒരു 6 കോൺട്രാക്ട് ആക്ടിവേറ്റ് ചെയ്ത ഒരാള് 6 കോൺട്രാക്റ്റിൽ ഒന്നാമത്തെയും രണ്ടാമത്തെയും നാലാമത്തെയും അഞ്ചാമത്തെയും കോൺട്രാക്റ്റുകളിലും ഈ ട്രീ ബിൽഡ് ആകുന്നതിലൂടെ മാത്രം ലെവൽ ഇൻകം മാത്രം 1,68,00,000 രൂപ വരെ കളക്ട് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ഡിസൈൻ ചെയ്തൊരു പ്രോഗ്രാമാണ്. ക്ലിയർ? പ്ലസ് നിങ്ങൾ എത്ര പേരെ റെഫർ ചെയ്താലും അവർ ചെയ്ത എല്ലാ കോൺട്രാക്റ്റുകളുടെയും ആ റെഫറൽ ഇൻകം 40% കിട്ടുകയും ചെയ്യും. അത് കൂടാതെ നിങ്ങൾ ഇപ്പൊ ട്രീ ബിൽഡ് ചെയ്ത് തുടങ്ങിയാൽ നിങ്ങളൊന്ന് ആലോചിച്ചാൽ മതി, 7ാമത്തെയും 8ാമത്തെയും കോൺട്രാക്ട് വരുന്ന സമയത്ത് 7ാമത്തെയും 8ാമത്തെയും കോൺട്രാക്റ്റുകൾ ആളുകൾ കണ്ടിന്യൂ ചെയ്യും. ആ സമയത്ത് അതിനെക്കാളും വലിയ എമൗണ്ടിലേക്ക് പോവുകയും ആ എമൗണ്ടിലൂടെ ആ ആക്ടിവേഷനിലൂടെ ആ ടോട്ടൽ ട്രീ അത് ബിൽഡ് ആകുന്നതിലൂടെ നിങ്ങൾക്ക് 5,90,00,000 വരെ ജനറേഷൻ ഇൻകം മാത്രം എടുക്കാൻ പറ്റുന്ന രീതിയിലാണ് ഈ പ്രോഗ്രാം ഡിസൈൻ ചെയ്തത്. ദെൻ ട്രീ ബിൽഡപ്പ് എങ്ങനെ ഡിസൈൻ ആവുന്നുള്ളൂ? ഒന്ന്, നമ്മൾ റെഫർ ചെയ്താൽ ട്രീ ബിൽഡ് ആവും. 2, നമ്മൾ അപ്ലൈൻ റെഫർ ചെയ്തിട്ട് ഓവർഫ്ലോ കാരണം നമുക്ക് ബിൽഡ് ആവും. ഞാൻ നേരത്തെ പറഞ്ഞു നമുക്ക് എത്ര പേരെ വേണമെങ്കിലും റെഫർ ചെയ്യാം, ഒരു ലിമിറ്റും ഇല്ല, ഒരു കണ്ടീഷനും ഇല്ല. പക്ഷെ നമ്മളിവിടെ കാണാൻ പറ്റുന്നുണ്ടാവും എക്സിന്റെ താഴത്ത് ABCDE ആണെങ്കിൽ, അതായത് 5 പേരെ നമ്മൾ റെഫർ ചെയ്തിട്ടുണ്ടെങ്കിൽ 5 പേരിലും ഇങ്ങനെ നിങ്ങൾ കാണുന്ന പോലെ എന്റെ താഴത്ത് 2 പേരേ ഉള്ളൂ, ബിന്റെ താഴത്ത് 2 പേരേ ഉള്ളൂ, സിന്റെ താഴത്ത് 2 പേരേ ഉള്ളൂ, ഡിന്റെ താഴത്ത് ഒരാളുള്ളൂ, ഇന്റെ താഴത്ത് 3 ആളുള്ളൂ. ഇങ്ങനെ നിൽക്കുന്ന സമയത്താണ് ഏറ്റവും മേളിൽ നിൽക്കുന്ന ഈ എക്സ് ഒരാളെ റെഫർ ചെയ്യുന്നെങ്കിലും സിസ്റ്റം നോക്കുക എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഫസ്റ്റ് ലെവൽ ഓൾറെഡി 5 കംപ്ലീറ്റഡ് ആണ്. പിന്നെ എവിടെ ഇത് പ്ലേസ് ചെയ്യുക? സിസ്റ്റം ചെക്ക് ചെയ്യുക എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ അടുത്ത ലെയറിൽ 25 പേരുടെ പ്ലേസ്മെന്റ് പൊസിഷൻ ഉണ്ട്. അതിൽ ഒരാളുടെ താഴത്ത്, ഓരോ ആളുകളുടെ താഴത്തും സിസ്റ്റം ഒരാളുണ്ടോ നോക്കും. യെസ്, ഇങ്ങനത്തെ ഈ ഒരു സിസ്റ്റം ആണെങ്കിൽ നിങ്ങളിപ്പോ സ്ക്രീനിൽ കാണുന്നതാണ് സിറ്റുവേഷൻ എങ്കിൽ എല്ലായിടത്തും ഒരാളുണ്ട്, പക്ഷെ 2 ആൾ എല്ലായിടത്തിലും ഇല്ല. ശരിയല്ലേ? എന്റെ താഴത്ത് 2 പേരുണ്ട്, ബിന്റെ താഴത്ത് 2 പേരുണ്ട്, സിന്റെ താഴത്ത് 2 പേരുണ്ട്, ഡിന്റെ താഴത്ത് 2 ആളാവാത്തത് കൊണ്ട് നമ്മൾ ഈ ഒരു സിസ്റ്റത്തിൽ എക്സ് ഒരാളെ റെഫർ ചെയ്യുകയാണെങ്കിൽ അത് നേരെ പ്ലേസ് ആവുക ഡിന്റെ താഴത്താണ്. അത് ഡി കൊണ്ടുവന്ന ആളല്ല, പക്ഷെ പ്രിയോറിറ്റി വൈസ് ഈ പൊസിഷൻ ഇങ്ങനെ ഫിൽ ആകുക തന്നെ ചെയ്യും. അതിനുശേഷം ഒരാളെ കൊണ്ടുപോകണം, നേരെ പോയിട്ട് എന്റെ താഴത്ത് വരും, പിന്നെ ബിന്റെ താഴത്ത് വരും, പിന്നെ സിന്റെ താഴത്ത് വരും, പിന്നെ ഡിന്റെ താഴത്ത് വരും. കാരണം ഈ ഓൾറെഡി 3 പേരെ കൊണ്ടുവന്ന് വെച്ചത് കൊണ്ട് ഇയിലേക്ക് പോവില്ല. പിന്നെ എക്സ് വീണ്ടും റെഫർ ചെയ്യുന്ന സമയത്ത് എന്റെ താഴത്ത് 4ാമത്തെ ആളാവും, പിന്നെ ബിന്റെ താഴത്ത് 5ാമത്തെ ആളാവും, പിന്നെ സിന്റെ താഴത്ത് 5ാമത്തെ ആളാവും, പിന്നെ ഡിന്റെ താഴത്ത് 4ാമത്തെ ആളാവും. ഓരോ ആളുകളുടെ 4ലേക്ക് വരും, പിന്നീട് അത് 5ലേക്കും, ഇങ്ങനെ ഓട്ടോ പൊസിഷൻ നടക്കും. പ്രിയോറിറ്റി പൊസിഷൻ എന്ന് പറയും. ഇത് എങ്ങനെ ഫില്ലാവും നിങ്ങൾ വെറുതെ ചിന്തിച്ചാൽ മതി. നിങ്ങൾ നിങ്ങളെ അപ്ലൈനോ ആര് ഓവറായിട്ട് സ്ട്രോങ് ആയിട്ട് വർക്ക് ചെയ്താലും അവർക്ക് 5ൽ കൂടുതൽ അവിടെ പ്ലേസ് ആവില്ല. സോ ഓട്ടോമാറ്റിക് ആയിട്ട് അവർ ഡയറക്റ്റ് റെഫർ ചെയ്തുകൊണ്ടേയിരിക്കും. കാരണം അവർ അഗ്രസീവ് ആണെങ്കിൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മളും ഓട്ടോമാറ്റിക് ആയിട്ട് അഗ്രസീവ് ആവും. കാരണം നമുക്ക് 40% റെഫറിംഗ് തന്നെ ഫസ്റ്റ് വെരി ഇമ്പോർട്ടന്റ് ആയിട്ട് കിട്ടുന്നുണ്ട്. സോ നമ്മൾക്ക് ഏറ്റവും കൂടുതൽ റെഫറിംഗ് കളക്ട് ചെയ്യാൻ നമ്മൾ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ട്രീ ഇതേപോലെ ഓട്ടോമാറ്റിക് ആയിട്ട് ബിൽഡ് ആവും. നമ്മളെ താഴെ വന്ന ആളുകൾ താഴെ ഓട്ടോമാറ്റിക് ആയിട്ട് അത് പ്ലേസ്മെന്റ് ആവും. വരുന്ന സമയത്ത് ചിന്തിക്കുക ഇതിന്റെ താഴത്ത് എവിടെ പ്ലേസ് ആയാലും അതിന്റെ തൊട്ട്. ഉദാഹരണത്തിന് ഞാൻ നേരത്തെ പറഞ്ഞു ഡിന്റെ താഴത്താണ് പ്ലേസ്മെന്റ് എന്ന്. ഇതിലൂടെ എന്താ സംഭവിക്കുന്നത്? ഡി കൊണ്ടുവന്ന ആളൊന്നുമല്ല, എക്സ് കൊണ്ടുവന്നാവാം, എക്സിന് മേലുള്ള ആൾ കൊണ്ടുവന്നുകൊണ്ട് സംഭവിച്ചതാവാം. പക്ഷെ ഡിക്ക് എന്ത് ചെയ്യുന്നുണ്ട്? ഒരു ലെവലിംഗ് 8% കിട്ടുന്നുണ്ട്, എക്സിന് ഒരു ലെവലിംഗ് 8% കിട്ടുന്നുണ്ട്, എക്സിന്റെ മേലുള്ള 3 പേർക്കും ഓരോ ആളുകൾക്കും 8% വെച്ച് ലെവലിംഗ് കിട്ടുന്നുണ്ട്. ഇങ്ങനെ എവിടെ പ്ലേസ്മെന്റ് നടന്നാലും അതിന്റെ നേരെ 5 ആളുകളിലേക്കായിട്ട് അപ്ലൈനുകളിലേക്കായിട്ട് 8% ലെവലിംഗും കിട്ടും. അതാണ് നമ്മൾ ചെയ്താലും ട്രീ ഫില്ലാവും എന്ന് പറയുന്നത്. നമ്മളെ ടീം ചെയ്താലും ട്രീ ഫില്ലാവും, നമ്മളുടെ അപ്ലൈൻ ചെയ്താലും ട്രീ ഫില്ലാവും. സോ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഇത്രേ ഉള്ളൂ. നമ്മൾ ഏറ്റവും മിനിമം 5 പേരിലേക്ക് കൊടുക്കുക, അതിൽ കൂടുതൽ ചെയ്യാൻ ശ്രമിക്കുക. നമ്മൾ 5 പേര് ചെയ്യുമ്പോൾ സംഭവിക്കുന്നത് എന്താണ്? നമ്മൾക്ക് തന്നെ ഓൾറെഡി ഇപ്പൊ നമ്മൾ $1,050 എടുത്ത് വന്ന ഒരാളാണ്, നമ്മൾ 5 പേരിലേക്ക് $1,050 എടുത്ത് ചെയ്യിപ്പിക്കുമ്പോഴേക്കും നമുക്ക് കിട്ടുന്നത് $2,340 എന്ന് പറഞ്ഞാൽ നമ്മൾ 95,000 മുടക്കി നമ്മൾ ചെയ്തിട്ടുണ്ടെങ്കിൽ 5 പേരിലേക്ക് റെഫർ ചെയ്യുമ്പോൾ തന്നെ നമുക്ക് എന്തിട്ടുണ്ട്? 2,10,000 കിട്ടുന്നുണ്ട്. അത് കൂടാതെ നമുക്ക് നേരത്തെ പറഞ്ഞ ഗ്ലോബൽ ഷെയർ കിട്ടുന്നുണ്ട്. അത് കൂടാതെ ടീം ബിൽഡ് ചെയ്യുന്നതനുസരിച്ച് നമുക്ക് ലെവലിംഗും കിട്ടുന്നുണ്ട്. ഇതൊന്നും കൂടാതെ നമ്മളെ ആക്ടിവിറ്റിക്കും നമ്മുടെ ടീം വന്നതിന്റെ ഭാഗമായിട്ട് റെഫറൽ ഇൻകം നമുക്ക് കിട്ടുന്നുണ്ട്. 40% റെഫറൽ ഇൻകം, അത് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു കാര്യമാണ്. അതേപോലെ തന്നെ ലെവൽ ഇൻകം, അതേപോലെ തന്നെ ഗ്ലോബൽ ഷെയർ, അതേപോലെ തന്നെ എനർജി ടോക്കൺ. എന്തായാലും കഴിഞ്ഞ 2 ദിവസം കൊണ്ട് ഇത് പ്രാക്ടീസ് ചെയ്ത ഒരാൾക്ക് മനസ്സിലായിട്ടുള്ളത് എത്രത്തോളം ബ്യൂട്ടിഫുൾ ആയിട്ട് റൺ ചെയ്യുന്നുള്ളത്. നിങ്ങൾ ഒരുപക്ഷെ അവരുടെ ഒരു ഇതിൽ മനസ്സിലാക്കി എടുക്കുന്നുണ്ടാവും വിചാരിക്കുന്നു. നമ്മൾ മനസ്സിലാക്കേണ്ട ഇത്രേ ഉള്ളൂ. പിന്നെ ഗ്ലോബൽ ഷെയർ എന്ന് പറയുന്നത് ഇത്രയേ ഉള്ളൂ. സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. ഓരോ ഗ്രൂപ്പും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു
ഒരു $150 ആക്ടിവിറ്റി നടക്കുന്ന സമയത്ത് ആ $150 ആക്ടിവിറ്റി ഗ്ലോബലി ചെയ്ത ആളുകൾ എത്ര പേരുണ്ടോ അവരിലേക്ക് അതിന്റെ ആ 40% $60 ഡിസ്ട്രിബ്യൂട്ട് ആയി പോകും. എത്ര പേരാണെങ്കിലും അവർക്ക് ഡിസ്ട്രിബ്യൂട്ട് ആയി പോകും ആ സെയിം സെക്കൻഡ് തന്നെ. നമുക്ക് ജസ്റ്റ് ആ ഇന്റർഫേസ് പോയിട്ട് ക്ലെയിം എടുത്താൽ മാത്രം മതി. അത് ഓരോ സമയത്തും ആക്ടിവിറ്റി നടക്കുന്ന സമയത്ത് വന്നുകൊണ്ടിരിക്കും. അത് $300 ആണെങ്കിൽ $120 ആണ് 40% എന്ന് പറയുന്നത്. അത് ഭാവിയിൽ $1500 ആണെങ്കിൽ $600 ആണ് അതിന്റെ ഷെയർ എന്ന് പറയുന്നത്. സോ അത് മാക്സിമം നമ്മൾ ഏറ്റവും ബെസ്റ്റ് ചെയ്താൽ ഏറ്റവും ബെറ്റർ ആയിട്ട് ഇൻകം കിട്ടുന്ന ഏരിയ ആണ്. പിന്നെ അൺലിമിറ്റഡ് ആയിട്ട് ക്രിപ്റ്റോ ഏൺ ചെയ്യുന്ന ഒരു പ്രോഗ്രാമാണ്. അൺലിമിറ്റഡ് ആയിട്ട് റഫറൽ ഇൻകം ഏൺ ചെയ്യുന്ന പ്രോഗ്രാമാണ്. പാസീവായിട്ടും ആക്റ്റീവായിട്ടും ലെവൽ ഇൻകം കിട്ടാൻ പറ്റുന്ന ഒരു പ്രോഗ്രാമാണ്. ഗ്ലോബൽ ഷെയർ നമ്മൾ ചെയ്തു വെച്ചാൽ മാത്രം തന്നെ അതിനുശേഷം ആരെന്ത് ഈ പ്രോഗ്രാമിൽ ആക്റ്റീവായി നിന്നാലും ഗ്ലോബൽ ഷെയർ കിട്ടുന്ന ഒരു പ്രോഗ്രാമാണ്. ജനുവരി 1 മുതൽ ആ ക്രൈറ്റീരിയ കംപ്ലീറ്റ് ആക്കുന്നതുകൊണ്ട് റോയാലിറ്റി കിട്ടുന്ന ഒരു പ്രോഗ്രാമാണ്. ഇതാണ് ഇതിന്റെ ഒരു അടിസ്ഥാനം എന്ന് പറയുന്നത്. പിന്നെ റോയാലിറ്റിയുടെ കാര്യം ഞാൻ നേരത്തെ പറഞ്ഞു, പ്രൊഡക്റ്റിന്റെ കാര്യം ബൈ പ്രൊഡക്റ്റ് എന്താണെന്നുള്ളത് ഞാൻ നേരത്തെ പറഞ്ഞു. റോയാലിറ്റി ഞാൻ ജസ്റ്റ് ഒന്നും കൂടെ പറയാം. ഇതിന്റെ ക്രൈറ്റീരിയ എന്ന് പറയുന്നത് നമ്മൾ ഇതിന്റെ ടോട്ടൽ 9 കോൺട്രാക്ട് ആണെന്ന് പറഞ്ഞു. ഇപ്പൊ 6 ആക്ടിവേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. ജൂലൈക്ക് ശേഷം ഈ 7ഉം 8ഉം 9ഉം ലൈവ് ആകുന്നതോട്ട് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇതിന്റെ ബേസ് എന്ന് പറയുന്നത് 9 കോൺട്രാക്ട് ആക്ടിവേറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന്റെ ബേസ് ആയി. നമുക്ക് ഇങ്കൊന്നും കിട്ടില്ല, പക്ഷെ നമ്മൾ ബേസിക്കലി റോയാലിറ്റിയുടെ ബേസിക് ആയിട്ടുള്ള ഒരു എലിജിബിലിറ്റി ആയി. അതിനുശേഷം നമ്മളെ റെഫറൽ ഇൻകം എത്ര പേര് വന്നാലും അത് ട്രീ നമ്മുടെ ഡയറക്ട് റെഫറൽ ആയിക്കൊള്ളണമെന്നൊന്നും നിർബന്ധമില്ല. നമ്മളെ ഇൻവിറ്റേഷൻ ഉപയോഗിച്ച് വന്നിരിക്കുന്ന 5 പേര്, ആ 5 പേരും 9 കോൺട്രാക്ട് ആക്ടിവേറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ റോയാലിറ്റിയുടെ ടോട്ടൽ ഡിസ്ട്രിബ്യൂഷൻ 20% ഒരു വിഹിതം ആ ഫസ്റ്റ് പൊസിഷനിൽ പയനീറിൽ നിൽക്കുന്ന ആൾക്ക് കിട്ടും. പിന്നെ അതിന്റെ സെക്കൻഡ് ലെവൽ എന്ന് പറഞ്ഞത് വിഷണറിയാണ്. എന്ന് പറഞ്ഞാൽ നമ്മൾ ആ കൊണ്ടുവന്ന 5 പേരെ നമ്മൾ പയനീർ പൊസിഷൻ ആയി കഴിഞ്ഞാൽ നമുക്ക് 30% ഷെയർ ആയിരിക്കുന്ന വിഷണറിയിലേക്ക് എത്തി. അതിനുശേഷം നമ്മൾ ട്രൈബ്ലേസറിലേക്ക് എത്തണമെങ്കിൽ നമ്മൾ ആ കൊണ്ടുവന്ന ആ ഫസ്റ്റത്തെ 5 പേരെ വിഷണറിയിലേക്ക് എത്തിക്കഴിഞ്ഞാൽ നമ്മൾ ട്രൈബ്ലേസറിൽ എത്തി. വളരെ സിമ്പിൾ ആണ്. 9 കോൺട്രാക്ട് ആക്ടിവേറ്റ് ആക്കുന്ന ക്രൈറ്റീരിയനെക്കാട്ടും ഉപരി ആ 9 കോൺട്രാക്ട് ആക്ടിവേറ്റ് ആക്കുന്നതിലൂടെ നമുക്ക് കിട്ടുന്ന ബെനിഫിറ്റുകൾ, അതിന്റെ റിയാലിറ്റി മനസ്സിലാക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം ഈ 5 പേരെ 9 കോൺട്രാക്റ്റിലേക്ക് എത്തിക്കാന്ന് പറഞ്ഞാൽ ഒരു ബുദ്ധിമുട്ടില്ലാത്ത കാര്യം. കാരണം ആ രീതിയിൽ ഇൻകം കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട്, കിട്ടുന്നുള്ള കാര്യം ഉറപ്പാണ്. അത് ആ സെയിം സെക്കൻഡിൽ ഡിസ്ട്രിബ്യൂട്ട് ആകുന്നതാണ്. അതുകൊണ്ട് അത് മാക്സിമം ഉപയോഗപ്പെടുത്തുക എന്നുള്ളതാണ് ഇതിന്റെ ഒരു ജസ്റ്റ് സമ്മറി ഓഫ് ഇൻകം എന്ന് പറയുന്നത്. നമ്മൾ ആലോചിക്കുക, ഒരു 3 കോൺട്രാക്ട് ആക്ടിവേറ്റ് ചെയ്യുന്ന ഒരാൾ $300 ആണ് സ്പെൻഡ് ചെയ്യുന്നതെങ്കിൽ ഡയറക്റ്റ് റെഫറൽ 6 പേരെ റെഫർ ചെയ്യുമ്പോൾ 5 പേരെ റെഫർ ചെയ്യുമ്പോഴത്തേക്ക് തന്നെ $600 റെഫറൽ ഇൻകം ആണ്. എന്ന് പറഞ്ഞാൽ 300 മുടക്കിയരാൾക്ക് $600 റെഫറൽ ഇൻകം മാത്രം കിട്ടും. ഈ 5 പേരുടെ ട്രീ മാട്രിക്സ് ലെവൽ കംപ്ലീറ്റ് ആക്കും. നേരത്തെ പറഞ്ഞ 3905 പേരൊന്നും ലെവൽ ഇൻകം പൊട്ടൻഷ്യൽ മാത്രം $46,000 എന്ന് പറഞ്ഞാൽ ഏതാണ്ട് ഒരു 42-43 ലക്ഷം രൂപ ആ ഒരു ലെവൽ ഇൻകം മാത്രം കിട്ടും. ഗ്ലോബൽ ഷെയർ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അൺലിമിറ്റഡ് ആണ് 3ാമത്തെ കോൺട്രാക്റ്റിൽ നിന്ന്. ഇനി ഒരു 6 കോൺട്രാക്ട് വരെ ഒരാൾ ആക്ടിവിറ്റി ആണെങ്കിൽ $1,050 സ്പെൻഡ് ചെയ്യുന്നത്, 95,000 രൂപ സ്പെൻഡ് ചെയ്യുന്നു. അവര് 5 പേരെ ഡയറക്റ്റ് റെഫർ ചെയ്തിട്ട് അവർ 6 കോൺട്രാക്റ്റും 5 ഡയറക്റ്റ് റെഫറൽസും അവർ 5 പേരും 6 കോൺട്രാക്ട് ആക്ടിവിറ്റി ചെയ്യുകയാണെങ്കിൽ $2,100 നമുക്ക് റെഫറൽ ഇൻകം മാത്രമാണ്. പ്ലസ് 5 പേരുടെ മാട്രിക്സ് ഡെവലപ്പ് ആകുമ്പോഴത്തേക്കും $1,87,440 എന്ന് പറയുന്നത് $1,68,00,000 രൂപയാണ്. അഗെയിൻ നമ്മൾ 1 മുതൽ 6 കോൺട്രാക്ട് ആക്ടിവിറ്റി ചെയ്തുകൊണ്ട് 3ാമത്തെയും 6ാമത്തെയും കോൺട്രാക്ട് അൺലിമിറ്റഡ് ആയിട്ട് ഗ്ലോബൽ ഷെയർ കിട്ടും. ഇനി വരാൻ പോകുന്ന 9ാം 7ാമത്തെയും 8ാമത്തെയും 9ാമത്തെയും കോൺട്രാക്ട് ആക്ടിവിറ്റി ആണെങ്കിൽ നമ്മൾ $450 സ്പെൻഡ് ചെയ്യുന്നത്. ഇപ്പൊ ചെയ്യേണ്ടതല്ല, ആ ഭാവിയിൽ അതും കൂടി ചേർത്ത് ചെയ്യുന്നതിന്റെ ടോട്ടൽ വാല്യൂ പറയുന്നത്. പക്ഷെ മനസ്സിലാക്കേണ്ടത് ആ $450 നമ്മൾ എത്തുന്നതിന് മുമ്പ് ഇപ്പൊ ചിന്തിക്കേണ്ട ഒരു കാര്യം, $1,050 വരെയുള്ള ഒരു ഓപ്പർച്യൂണിറ്റിയെ മാക്സിമം ഉപയോഗപ്പെടുത്തിയിട്ട് മാക്സിമം ആളുകളിലേക്ക് റെഫർ ചെയ്തുകൊണ്ട് ഈ ആളുകൾക്കൊക്കെ ഇൻകം കിട്ടുന്നുണ്ടെന്നുള്ളത് വെറുതെ ഒന്ന് ഫോളോ അപ്പ് ചെയ്താൽ മതി. കാരണം ഇതിന്റെ ഒരു ഇൻകം സ്ട്രക്ചർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 2 പ്രാവശ്യം കേൾക്കുമ്പോഴത്തേക്ക് മനസ്സിലാവുന്നതാണ്. പറഞ്ഞ ഒരാളുടെ ഒരു സപ്പോർട്ടും ഇല്ലാതെ ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു പ്രോജക്റ്റ് ആയിട്ടാണ് എനിക്ക് മനസ്സിലായത്. എന്നാലും ഞാൻ പറയുന്നത്, ഇതിന്റെ ഒരു യൂട്യൂബ് വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട്. ഇതൊക്കെ നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും ഇത് എങ്ങനെയാണ് റൺ ചെയ്യുന്നുള്ളത്. ഒരു സിമ്പിൾ ആയിട്ടുള്ള ഒരു കാര്യം ഇത്രയേ ഉള്ളൂ. നിങ്ങൾ ഇപ്പം ഒരു ട്രീ ബിൽഡ് ചെയ്ത് ഇപ്പൊ ഒരു കമ്മ്യൂണിറ്റി സെറ്റ് ആക്കി നിങ്ങൾ മാക്സിമം റെഫറിലേക്ക് ഇത് കൊണ്ടുപോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു കാര്യം ഷുവർ ആണ്, നിങ്ങൾക്ക് ഈ ആളുകളെല്ലാം തന്നെ മിക്ക ആളുകൾ എന്ത് ചെയ്യും, 9ാമത്തെയും 7ാമത്തെയും 8ാമത്തെയും 9ാമത്തെയും കോൺട്രാക്റ്റുകൾ ലൈവ് ആക്കും. അവർ ലൈവ് ആക്കുന്നതിലൂടെ നിങ്ങൾക്ക് $6,56,040 എന്ന് പറഞ്ഞാലാണ് $5,90,00,000 രൂപ നിങ്ങൾക്ക് ലെവൽ ഇൻകം മാത്രം കിട്ടും. അഗെയിൻ 3ാമത്തെയും 6ാമത്തെയും 9ാമത്തെയും കോൺട്രാക്റ്റുകളിൽ നിന്നെല്ലാം നിങ്ങൾക്ക് ഗ്ലോബൽ ഷെയറും കിട്ടും. സോ ഇതാണ് ഇതിന്റെ ഓപ്പർച്യൂണിറ്റി എന്ന് പറയുന്നത്. വെരി സിമ്പിൾ ആയിട്ട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മൈനിങ് ആക്ടിവിറ്റിയിൽ പങ്കെടുക്കാം, NFT മാർക്കറ്റ് പ്ലേസിൽ പങ്കെടുക്കാം, ബ്ലോക്ക് ചെയിൻ ബേസ്ഡ് പ്രോഗ്രാമാണ്. അതിന്റെ ഗെയിമിംഗ് പ്ലാറ്റ്ഫോമുകൾ ഓപ്പൺ ആവുന്നുണ്ട്. ടോക്കണോമിക്സ് ആയിട്ടുള്ള ക്രിപ്റ്റോ ഏർണിംഗ്സ് ഉണ്ട്. അതിലൂടെ ഫിനാൻഷ്യൽ ഫ്രീഡം ബിൽഡപ്പ് ചെയ്യാൻ പറ്റും. സ്റ്റേക്കിംഗ് മെത്തേഡുകൾ വരാൻ പോകുന്നുണ്ട്. അതുപോലെ എല്ലാ രീതിയിലും ഈ പ്രോജക്റ്റ് ഡിസൈൻഡ് ആണ്. നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഇത്രയേ ഉള്ളൂ. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇതിന്റെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ മനസ്സിലാക്കുക. എല്ലാ കാര്യങ്ങളൊന്നും പഠിക്കണമെന്നൊന്നുമില്ല. എല്ലാ ദിവസവും 9:30 എംപവർ റൺ ചെയ്യുന്ന രീതിയിൽ എംപവർ ഓൾറെഡി ഒരു BOP റൺ ചെയ്ത് പോകുന്നുണ്ട്.
നിങ്ങൾ ഇതിന്റെ ബെസ്റ്റ് പാർട്ട് എന്താണ്, അല്ലെങ്കിൽ ഏത് രീതിയിലാണ് ആളുകൾക്ക് കൊടുക്കേണ്ടത്, ആളുകളെ സഹായിക്കാനുള്ള ശ്രമം മാത്രം നടത്തിയാൽ മതി. കാരണം ഇതിൽ കയറി നിൽക്കുന്ന ആളുകൾക്ക് ഗ്ലോബൽ ഷെയർ കിട്ടിക്കൊണ്ടിരിക്കും, അതിലൊരു തർക്കവും. കറക്റ്റ് അല്ലേ ഞാൻ പറയുന്നത്? പിന്നെ നമ്മളാകെ വേണ്ടത് ഇത്രയേ ഉള്ളൂ. നമ്മൾ ഒരാളിലേക്ക് ഇത് എത്തിച്ചു കൊടുക്കുന്ന സമയത്ത് ബേസിക് ആയിട്ടുള്ള സപ്പോർട്ട് ചെയ്തു കൊടുത്തിട്ട് അവർക്ക് ഇനീഷ്യലി ഉള്ള കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട് ചെയ്തു കൊടുക്കുക. വലിയ ഓപ്പർച്യൂണിറ്റി ആണ് എന്നുള്ളത് മനസ്സിലാക്കുക. നമ്മൾ ഈ ഒരു മേഖലയിൽ കഴിഞ്ഞ 5 വർഷത്തിന്റെ ഇടയിൽ ഉണ്ടായിരുന്ന ഒരു കമ്മ്യൂണിറ്റിന്റെ ഭാഗമായി നിന്നത് കൊണ്ട് തന്നെ എന്തെങ്കിലും പറഞ്ഞ് ഒരു സ്കാമിലേക്ക് ഒരു തള്ളിവിടുന്ന രീതിയൊന്നുമല്ല നമ്മൾ. അതുകൊണ്ട് തന്നെയാണ് എംപവർ ഇതിന്റെ മാക്സിമം പഠിച്ചിട്ട് തന്നെയാണ് ഈ കമ്മ്യൂണിറ്റിയിലേക്ക് അല്ലെങ്കിൽ ഈ ഫാമിലിയിലേക്ക് ഇത് കൊടുത്തിരിക്കുന്നത്. ഇതുപോലെ പല കമ്മ്യൂണിറ്റിയിലും ഗ്ലോബലി വളരാൻ പോകുന്നുണ്ട്, വളരുക തന്നെ ചെയ്യും. അവിടെ നിന്നൊക്കെ നമുക്ക് ഇൻകം കിട്ടും. നമ്മൾ ചെയ്താലും അവർ ചെയ്താലൊക്കെ ഇൻകം കിട്ടുന്ന രീതിയിൽ ഡിസൈൻ ചെയ്ത പ്രോഗ്രാം ആയതുകൊണ്ട് മാക്സിമം ഉപയോഗപ്പെടുത്തുക, അവസരം കളയരുത്, അത്രേ പറയാനുള്ളൂ. നമുക്ക് എല്ലാ കാലത്തും എല്ലാ അവസരങ്ങളും കിട്ടില്ല. തുടക്കം മുതലേ കയറി എന്നാൽ അതിൻ്റെതായ ആ ബെനിഫിറ്റ് നമുക്ക് എടുക്കാൻ പറ്റും. അത് നഷ്ടപ്പെടുത്തരുത്, മാക്സിമം ഉപയോഗപ്പെടുത്തുക. വലിയ രീതിയിൽ വിജയങ്ങൾ ഉണ്ടാവട്ടെ, ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു. ആൻഡ് ഗുഡ് നൈറ്റ്.